ബിഗ് ബോസ് സീസൺ 7 വീക്കെൻഡ് എപ്പിസോഡ്. അപ്പോൾ വീക്കെൻഡ് എപ്പിസോഡിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് സ്നേഹ വിക്റ്റ് ആയിട്ടില്ല. സ്നേഹ നിങ്ങൾ സേവ് ചെയ്തിട്ടുണ്ട്. സ്നേഹ തുടരും. സ്നേഹയോടെ നിർത്താൻ പറഞ്ഞു. പ്രേക്ഷക അഭ്യർത്ഥന പ്രകാരം എന്റെ പിള്ളേരെന്നെ സേവ് ആക്കിയിട്ടുണ്ട്. താങ്ക് യു. ഇനിയിപ്പോ അതൊക്കെ കേൾക്കണല്ലോ. ഞാൻ എല്ലാ കമന്റ്സും കണ്ടു. ശരിക്കും എപ്പോഴും ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇതുപോലുള്ള ഇതില്ലാത്ത എവിക്ഷൻസ് സംഭവിക്കും. അതെ, അർഹതയില്ലാത്തവരോട് ഇരിക്കും. അർഹത ഉണ്ട് തോന്നിയിട്ടാണ് ഞാൻ കമന്റ് ഒക്കെ എല്ലാ കമന്റും പുലർച്ചെ കമന്റ് വെച്ചിട്ടുള്ളൂ. എല്ലാം ഞാൻ കണ്ടു. ഓക്കെ, അപ്പോ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ ആദിലയിൽ നിന്നാണ്. എന്താണ് ആദില? പെട്ടെന്ന് അതിലേക്ക് എത്തില്ല. അതെ, എന്താണ് ആദിലയുടെ പ്രശ്നം? അപ്പൊ അതിൽ പറയുന്നു പൊതുവെ അങ്ങനെയാണ് സ്വഭാവം, ഇഷ്ടപ്പെടുന്നവരോടാണ് കൂടുതൽ ചൂടാവാറെന്നാണ്. അതിൽ ആ വീട്ടിലോ തന്നെയാണ് പറഞ്ഞത്. ആദിലേനോട് ലാലേട്ടൻ ചോദിച്ചതോ വിഷയമൊന്നുമല്ല. ആര്യൻ ഷോ സ്റ്റീൽ ചെയ്തത് ആര്യനാണ്. ആര്യന്റെ എക്സ്പ്രഷൻ, ആ ജിമ്മിന്റെ ഒക്കെ പറയുമ്പോ ആര്യന്റെ ചില ഞാൻ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞ പോലെ ഈ സീസൺ കഴിയുമ്പോ ഏറ്റവും കൂടുതൽ റീൽസ് ഓടാൻ പോണത് ആര്യന്റെ എക്സ്പ്രഷൻസും ആര്യന്റെ തഗ്ഗുമായിരിക്കും ഈ സീസണില്. കാരണം അസൈസ് ഐറ്റാണ്. അതും ബിഗ് ബോസിന്റെ ടീം കൃത്യമായി അത് ക്യാമറ വെച്ച് പിടിക്കുന്നുണ്ട്. ഓരോന്ന് പറയുമ്പോ എങ്ങനെ താഴ്ത്തത് പെട്ടെന്ന് മോളിക്കൊന്നുമില്ലേ? സത്യം പറഞ്ഞാല് ആര്യനൊരു ടോപ്പ് 5 കണ്ടസ്റ്റന്റ് ആവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഇനിയിപ്പോ ആര്യൻ ഫാൻസ് ഒക്കെ കളക്കട്ടോ. അപ്പൊ എന്താണെങ്കിലും അതിലാനീഷൊക്കെ ഭയങ്കര സിമ്പിൾ ആയിട്ട്, അത് പ്രൊമോ ഇസ് നോട്ട് എ പ്രോമിസ് എന്ന് പറഞ്ഞ പോലെ പ്രൊമോക്കകത്ത് പൂമ്പാറ്റകൾ തെറ്റിയോ, പൂമ്പാറ്റകൾ തെറ്റിയോ, അതാ നൂറ അതില് തള്ളിപ്പറഞ്ഞിരിക്കുന്നു. ആകെ സീനായിട്ടുള്ള ഒരു ഐറ്റം ഒക്കെ. പക്ഷെ അത് എപ്പിസോഡിൽ വന്നപ്പോഴത്തേക്ക് ചാർലി ചാപ്ലിൻ ലെവൽ കോമഡി കഴിഞ്ഞു പാസ് ചെയ്തു പോയത് അറിഞ്ഞതല്ല. അത്രയും കോമഡി ആയിട്ടില്ലേ, അത്രയും കോമഡി ആയിട്ടാണ് ആ സാധനം പോയത്. അവര് എന്താ ചെയ്യലാലേട്ടാന്ന് ചോദിച്ചോടത്ത് സൈക്കിൾ എന്താ ചെയ്യാൻ അവിടെ ഒരു ബ്രേക്ക് ഒക്കെ ഇട്ട്. പക്ഷെ വേറെ കാര്യമുണ്ട്, ഈ എപ്പിസോഡ് കാണാത്ത പ്രൊമോ മാത്രം കണ്ട് റീൽസ് മാത്രം കണ്ടു പോകുന്ന ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ അതിന്ന് കുറെ വീഡിയോസ് ഇപ്പോൾ ഓൾറെഡി ഉണ്ടായി വന്നിട്ടുണ്ട്. ഇത് കാണുന്ന ആളുകൾ ചിലപ്പോൾ എന്ത് ഒരു ഇമ്പാക്ട് വരും. ഓഹോ, അപ്പൊ ഇവള് മറ്റോടൊപ്പം നിൽക്കുന്നത് സഹിച്ച് നിൽക്കാല്ലേ, ഈ സാധനം വരും. ആക്ച്വലി ഇവരൊരു പെയറായിട്ട് പോകുമ്പോ എനിക്ക് തോന്നുന്നത് നൂറ് തമാശക്ക് പറഞ്ഞതാണെങ്കിൽ പോലും എന്റെ റിലേറ്റീവ്സ് ഒക്കെ കാണുമ്പോഴായിരിക്കും ഞങ്ങള് പണ്ടേ പറഞ്ഞില്ല ഞങ്ങളെ മോളതിൽ പെടുത്തിയതാണെന്നുള്ളത്. ഇപ്പൊ എങ്ങനെയുണ്ട് ഇത് പറയണ്ടോ? നൂറ ആദിലയോട് പറഞ്ഞ തമാശക്കാണെങ്കിൽ പോലും എവിടെയെങ്കിലും ആർക്കെങ്കിലും ആ സാധനം എന്ത് ഓക്കെ ഇതാണ് എന്നുള്ള രീതിക്ക് നിൽക്കുമായിരിക്കും. ശരിക്കും അവർക്ക് തമാശയൊക്കെ ആണെങ്കിൽ പോലും ആ സാധനം അല്ലേ, അത് നൂറ് എനിക്ക് ഒന്ന് ഞാൻ ഡിസ്കഷൻ വരുമോ? അത് ആദില നൂറിന് ചാൻസ് ഉണ്ട്. അല്ല ഇതിപ്പോ എപ്പിസോഡ് കഴിഞ്ഞ അല്ല പറയാൻ പറ്റില്ല. അതില് ചോദിക്കും. നൂറ ഫണ്ണാ പറഞ്ഞ അതില് ചിലപ്പോ അത് എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അതിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഇല്ലല്ല, അതില് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് തോന്നുന്നുണ്ട്. അതിലേക്ക് നൂറിനെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത് വെച്ചിട്ടൊരു പ്രശ്നം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോ അതിൽ എടുത്തിട്ടാണെങ്കിൽ നമ്മള് അനുകൂലമായിട്ട് ലാസ്റ്റിലേക്ക് വരാം നമ്മൾ. അപ്പൊ അതിനിടയിൽ ഷാനവാസ് പറഞ്ഞ ഉത്തരാണ് ഏറ്റവും രസം. മടുത്തു, ബോറായിട്ടുണ്ട്. അത് നമ്മൾ പറയാൻ ഉദ്ദേശിച്ച അതേ സാധനം തന്നെ ഷാനവാസ് പറയാം. കാരണം അനീഷ് ഈ റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി. പിന്നെ ഈ മാരാരി ശോഭ, അതിന്റെ ടോം ആൻഡ് ജെറി സാധനം. പക്ഷെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ട് അരോചകമായി പോയൊരു സാധനമായിരുന്നു ഈ ആദിലിനോട് പറഞ്ഞില്ലേ ഇതിപ്പോ ആകെ കൈ കഴിച്ച് വെറുപ്പിച്ച പോലെ. ലാലേട്ടൻ തന്നെ പറഞ്ഞു വെറുപ്പിച്ചു. അപ്പോ അതങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പിന്നെ മറ്റേ ഒരു അനുമോളോട് ഒരു മാങ്ങാണ്ടി പറയാതെ പോകാൻ പറ്റില്ല. മാങ്ങാണ്ടി നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. നമ്മളൊരു എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഇത് കണ്ടപ്പോഴേ മാങ്ങാണ്ടിന്റെ ഫണ്ണൊക്കെ നമ്മൾ പറഞ്ഞിട്ട് പോയതാണ്. അപ്പോ ലാലേട്ടൻ വീണ്ടും ആ മാങ്ങാണ്ടിന്റെ സാധനം കൊണ്ടുവന്നു. വീണ്ടും ആര്യൻ സ്കോർ ചെയ്തു. അവിടെയൊക്കെ സ്കോർ കയറുന്ന അതൊക്കെ സ്കോർ കയറുന്നത് ആര്യനിലേക്ക് തന്നെ ആവുമ്പോ ഇതിനിടയിലൊക്കെ പറ്റടി പോണത് നവീനാണ്. നെവിൻ അടി പോയി. ലക്ഷ്മി കാണാൻ തന്നെ അല്ലേ എവിടെയാന്നുള്ളത്. ലക്ഷ്മിനെ ലാലേട്ടൻ ചോദിക്കണം പറയണ പോലും ഇല്ല. എനിക്ക് തന്നെ അതിലേക്കാളും സാബുമോന് സ്പേസ് കിട്ടുന്നുണ്ട്. അല്ല, എവിടെയും കണ്ടില്ലെങ്കിലും സാബുമോൻ തുടരുമല്ലോ. ആ ചെരിയുമെല്ലാം നെവിനൊക്കെ പറ്റിയിരുന്നല്ലേ. മറ്റേത് ഇങ്ങനത്തെ ഒരു എപ്പിസോഡിൽ നെവിനാണ് ആ ഫണ്ണി സാധനങ്ങളൊക്കെ വെച്ച് പോകണ്ടെങ്കിലും മോങ്ങോണ്ടൊക്കെ അതും കാട്ടുന്ന പരിപാടിയൊക്കെ മറന്നുപോയി. അയാള് ഇന്നെ ആക്ട് ചെയ്യാൻ വന്ന സമയത്ത് പറ്റുന്നില്ല, നെവിനെ കൊണ്ട് സഹായിക്കുന്നില്ല. നെവിൻ അതൊക്കെ വിട്ടുപോയി. അതെ, പഠിച്ചു വന്നതായിരിക്കണം തോന്നുന്നു. അല്ല, അയാൾ അങ്ങനെ കേട്ടോ, അത് പഠിച്ചു വന്ന ഐറ്റം ഒന്നും അല്ല. നെവിൻ കുറച്ച് സീരിയസ് ആയതാണ് തോന്നുന്നത്. ഇപ്പൊ കറക്റ്റ് ഫണ്ണ് ഫുള്ള് ആര്യന്റെ തന്നെയാണ്. ഫണ്ണ് കിടക്കുന്നത് ആര്യന്റെ. അത് ഓട്ടോമാറ്റിക്കായിട്ട് വരികയാണ്.
അപ്പോൾ അങ്ങനെ ഒരു സൈഡിൽ നിന്ന് ആ ഒരു മാങ്ങാണ്ടി സാധനങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോയി. ഫണ്ണായിരുന്നു ആ സാധനം. ആൻഡ് ഇറ്റ്സ് ഇറലവൻറ്റ് ഓൾസോ, ഒരു റെലവൻറ്റും അല്ലാത്തല്ലേ. ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ മുളച്ചിരിക്കുന്നല്ല, അത് ഈ ഒരു സംഭവം മുളച്ചിങ്ങനെ നിൽക്കണ്ടായിരുന്നു. വേറൊരു കാര്യമുണ്ട്, ഈ ഒരു സീസണിൻ്റെ ബ്ലോക്ക് ശ്രദ്ധിക്കുന്ന, അതിനകത്തിരുന്ന് ശ്രദ്ധിക്കുന്നവർക്ക് ഒരു കാര്യം ഉറപ്പായിരിക്കും, ആര്യൻ ഈസ് ഗെറ്റിംഗ് ടു മച്ച് ഓഫ് സ്ക്രീൻ സ്പേസ്. ഉള്ളിലിരിക്കുന്ന കണ്ടസ്റ്റൻസ് അത് മനസ്സിലാക്കാൻ കപ്പാസിറ്റി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാവും. ഓക്കെ, അല്ലാത്ത പക്ഷെ ഇവരാരും ഇത് ചിന്തിക്കുക പോലും ഇല്ല അതെന്താ എങ്ങനെയാന്നുള്ളത്. ചെറിയ ചെറിയ കാര്യം അങ്ങനെ അതെ സംസാരിച്ചിട്ടുണ്ട്. ആര്യൻ്റെ ഗ്രാഫ് കയറുണ്ട് എന്നുള്ളതാണ് ഇന്ന് മറ്റുള്ളവർ തിരിച്ചറിയേണ്ടത്. ഇവരൊന്നും തിരിച്ചറിയാനൊന്നും പോണില്ല, വേറെ കാര്യം. പിന്നെ ആ ചീട്ടെടുത്തിട്ടുള്ള അഭിനയത്തിന്റെ സാധനം ആര്യനും കിസയിലും അടിപൊളിയായിരുന്നു, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതില് ഞാൻ പറയുമ്പോ അല്ല, എനിക്ക് ഇവരാരുമല്ല, അല്ല ഇതിലേറ്റവും നന്നായി ചെയ്ത ലാലേട്ട. കാരണം ഇവരെ കൊണ്ട് പണി നടക്കില്ല. ലാസ്റ്റ് മൂക്കൊണ്ടോ അതിനോട് പറഞ്ഞേ ഒന്ന് ചാടിയിട്ട് പറഞ്ഞു കൊടുത്താൽ മൂപ്പരാളൊന്ന് അഭിനയത്തിന്റെ മാസ്റ്റർ ക്ലാസ് ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ഉണ്ടായത്. മറ്റേ അനുമോളാണെങ്കിൽ അഭിനയിച്ചിങ്ങോട്ട് അനുമോളാണെന്നുണ്ടെങ്കിൽ ഇനിയൊരു ചെമ്മീൻ എടുത്തു കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് അതിലെ കർത്തമെന്നുള്ള രീതിക്കാണ് അനുമോളുടെ അഭിനയം ഉണ്ടായിരുന്നത്. അതിന്റെ ഇടയിൽ സാബുമ അതിന്റെ ഇടയിൽ ഒന്നൊന്ന് വെറുപ്പിച്ചിട്ട് പോയി. ദെൻ എവിക്ഷൻ വന്നു. ജിഷിന്റെ എവിക്ഷൻ ഞാൻ പറയാലോ, സാബുമാനും ഒനിയിലൊക്കെ നിൽക്കുമ്പോൾ ജിഷിന്റെ എവിക്ഷൻ എന്ന് പറയുന്നത് എനിക്കെന്തോ ഈ ഒരു എവിക്ഷനാണ് എനിക്ക് എന്ത് തോന്നിയത് ഭയങ്കര അൺഫെയർ ആയിട്ട് തോന്നി. എനിക്ക് ഭയങ്കര അൺഫെയർ ആയിട്ട് തോന്നിയത്. കാരണം ഈ ഒരു എവിക്ഷൻ, ജിഷിന്റെ ഒരു എവിക്ഷൻ കുറച്ചൊരു 1-2 ആഴ്ച കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അല്ല, ഈ ഒരു വീഡിയോ ജിഷിൻ പുറത്തിറങ്ങിയിട്ട് കാണുന്നെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ഞങ്ങളെല്ലാരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് സത്യം. അല്ല, ആദ്യത്തെ ഒരാഴ്ച കേറിയ ഒരാഴ്ച ജിഷിനെ നമുക്ക് തീരെ പറ്റില്ലായിരുന്നു. രണ്ടാമത്തെ ആഴ്ച ആയപ്പോഴത്തേക്ക് ഈ ഒരു പൊട്ടറാണ് ഇയാള് തോന്നുന്നു. 3-4 ആഴ്ച ആയപ്പോഴത്തേക്ക് നമുക്ക് സത്യത്തില് ജെനുവിൻ മാത്രല്ല കുറച്ച് ഓക്കെയാണ് ആള്. ഗെയിം ആണെന്നുണ്ടെങ്കിലും ഓക്കെയാണ്. ആ ഒരു വീട് ഇങ്ങനെ കൊണ്ടുപോണേല ഒരു ഭയങ്കര നല്ലൊരു ഡ്രൈവറാണ് അയാള്. കമ്പയറിംഗ് ടു അതേഴ്സ് ഞങ്ങൾ പറയുന്നത് ടോപ്പ്. എന്നറിയോ, ഈ സീസണിൽ ആരും എവിക്റ്റ് ആയി പോയപ്പോ നമുക്ക് അത്രയും ഒരു വിഷമം തോന്നില്ല. പക്ഷെ ഇയാളെ എവിക്റ്റ് ആകുമ്പോൾ ഭയങ്കര ഒരു വിഷമം തോന്നുന്ന എവിക്ഷൻ ആയത്. അതങ്ങനെ തോന്നാൻ കാരണം എന്താ അറിയോ, സ്റ്റിൽ അവിടെ ഈ ഒനിയിൽ ഇരിക്കുന്നുണ്ട്, സാബുമാൻ ഇരിക്കുന്നുണ്ട്, ലക്ഷ്മി ഇരിക്കുന്നുണ്ട്. ഇവരിൽ നിന്നും കണ്ടന്റ് വന്നിട്ടില്ല പുറത്ത്. നെവിൻ എക്സാക്ട്ലി വൈൽഡുകളായിട്ട് വന്നിട്ട് ആകെ 3-4 ആഴ്ച നിന്നിട്ടുള്ളൂ. എന്നിട്ടാണ് നമുക്ക് അത്യാവശ്യം ഇമ്പാക്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ പോരാൻ ലാസ്റ്റ് ആഴ്ചകളൊക്കെ ആയപ്പോഴത്തേക്ക് അയാള് പറഞ്ഞത് ശരി. അതുകൊണ്ട് തന്നെ അയാൾക്ക് അതിന്റെ ഉള്ളിലും ഹേറ്റ് ഇല്ല, പുറത്തും ഹേറ്റ് ഇല്ല. അത് ബിഗ് ബോസിൽ അപൂർവ ആൾക്കാർക്ക് മാത്രം കിട്ടുന്ന ഒരു വലിയ ഭാഗ്യമാണ്. പുറത്തിറങ്ങുമ്പോൾ ഒരു ഹേറ്റ് ഇല്ല. വന്നിട്ടാണ് അകത്ത് കയറിയിട്ട് ഇത്ര ഒരു സ്നേഹത്തോടെ. ജിഷിന് ഓൾറെഡി ഭയങ്കര നെഗ് ഉണ്ടായിരുന്ന ഒരു ഐറ്റം. പിന്നെ എന്താ പറയാ, ജിഷിന് ഈ പ്ലാറ്റ്ഫോം എൻ്റെ ഒരു അറിവിന് ഞാൻ പറയാം, ഒരു സീസൺ 4, 5, 6 3 കൊല്ലം ട്രൈ ചെയ്തിട്ട് ലാസ്റ്റാണ് 7ൽ കിട്ടിയത്. പക്ഷെ അയാള് 7ലാണ് വന്നു വെച്ചാലും കുറച്ച് ദിവസം കിട്ടുള്ളൂ വെച്ചാലും അയാൾക്ക് നല്ല പോസിറ്റീവ് ആയി ഉണ്ടാവും എനിക്ക് തോന്നുന്നത്. അതെ, ഒരു വൈബ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിന് പറ്റിയിട്ടുണ്ട്. അതായത് ഒരു ഗ്രാഫ് ചേഞ്ച് ചെയ്യാൻ പറ്റി ജിഷിനെ കൊണ്ട്. പക്ഷെ എന്താ പറയുക, ഒരു സങ്കടം ഉണ്ട് അവർക്കൊക്കെ. എന്താ പറയുക, ഈ ലൈക്ക് ഞാൻ വളരെ ചുരുക്കം ആളുകളെ കണ്ടിട്ടുള്ളൂ ബിഗ് ബോസ് ഹൗസിനകത്തുനിന്ന് ഇറങ്ങുമ്പോൾ സങ്കടം ഇല്ലാതെ ഇറങ്ങുന്നത്. വളരെ ചുരുക്കമാണ്. ഇപ്പം ഞാനും ഇറങ്ങിയ സമയത്ത് എനിക്ക് സങ്കടമൊന്നും ഉണ്ടായിരുന്നില്ല. എന്താ അറിയുന്ന സമയത്ത് അങ്ങനെ നമുക്ക് നമ്മളെന്താ ഉദ്ദേശിച്ചത് അച്ചീവ് ചെയ്ത് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് സങ്കടം ഉണ്ടാവില്ല. എനിക്കൊന്ന് ജിഷിനൊക്കെ എന്തൊക്കെയോ ബാക്കി ഉണ്ടായിരുന്നു. ജിഷിനാണെങ്കിലും അഭിലാഷ് ആണെങ്കിലും ഒക്കെ അവർക്ക് എന്തൊക്കെയോ ബാക്കിയുള്ളത് ഇറങ്ങിയപ്പോൾ ഉള്ള ഒരു സങ്കടമാണ് അവർക്കൊക്കെ ഉണ്ടായിരുന്നത്. അവർക്ക് അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അഭിലാഷ് എന്ന് വെച്ചാൽ അഭിലാഷ് ഒന്നും കൂടെ നന്നായി പെർഫോം ചെയ്യായിരുന്നു. അഭിലാഷ് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അഭിലാഷ് ഒന്നും കൂടെ ഒരുപാട് ചെയ്യാൻ. ഞാൻ പറഞ്ഞേ, അടുത്ത ആഴ്ച മുതൽ ലാലേട്ടൻ, ഇന്ന് ലാലേട്ടൻ സ്നേഹം കണ്ടു. ഈ സീസണിൽ ആരിറങ്ങിയപ്പോഴും അങ്ങനെ ഒരു സ്നേഹം ലാലേട്ടൻ കാണിച്ചിട്ടുണ്ട്. നമ്മളെ മസ്താനിയൊക്കെ ഇറങ്ങിയപ്പോ ഏത് വഴിക്കാ പോണെന്ന് പോലും ലാലേട്ടൻ നോക്കിയില്ല. ഇത് ലാലേട്ടൻ മോനെ എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചോ, കൈയൊക്കെ പിടിച്ചിട്ടാണ് ഫുള്ള് വീഡിയോ കണ്ടത്. അതാണ് ഭയങ്കര രസമായിരുന്നു, ഒരു രക്ഷയില്ലാതെ. അത് ആ സ്നേഹം തന്നെയാണ് ലാലേട്ടൻ ഫ്രം ദ ഫസ്റ്റ് വീക്ക്, സെക്കൻഡ് വീക്ക് ഒക്കെ മോനെ നീ നല്ല ആ ഒരു സാധനം അതിന് ഇട്ട് കൊടുത്തു. അതൊരു ബേർഡനും ആയിരുന്നു അവർക്ക്. അഭിലാഷിനെ സംബന്ധിച്ചിടത്തോളം ലാലേട്ടൻ്റെ ആ സ്നേഹം എന്ന് പറയുന്നത് അയാൾക്ക് ഒരു ബേർഡനാണ്. കാരണം പൊട്ടിത്തെറിച്ച് അത് പോകുന്നുള്ളൊരു പേടി. എക്സാക്ട്ലി. അതായത് അടുത്ത ആഴ്ച ലാലേട്ടൻ വരുന്ന സമയത്ത് ഞാനൊരു അറഗന്റ് പൊട്ടിത്തെറിക്കുന്ന ഒരാളായിട്ട് നിന്ന് കഴിഞ്ഞാൽ ആ ഒരു ഇത് പാമ്പറിങ് ഇല്ലാതെ ആവുമെന്നുള്ളൊരു സംഗതി ഉള്ളതുകൊണ്ടായിരിക്കണം അഭിലാഷ്. ഞാൻ പറയാൻ പറ്റില്ല കേട്ടോ, ബിഗ് ബോസ് ആണ്, പലതും പുറത്ത് വന്നിട്ടുണ്ടാവില്ല. അഭിലാഷിന് 2 ആഴ്ച കണ്ടില്ല നമ്മൾ പറയാണ്. കണ്ടസ്റ്റന്റ് ആയിരുന്നു എനിക്കറിയാലോ, നമ്മൾ പലതും കാട്ടിയിട്ടുണ്ടാവും, പുറത്ത് വന്നില്ല എനിക്കും അതിന്റെ സത്യം. ഇപ്പൊ അക്ബർ പറഞ്ഞൊരു കാര്യമില്ല അതിനകത്ത്, ഇത്രയും നല്ല സ്ട്രോങ് കണ്ടസ്റ്റന്റ്, സ്ട്രോങ് ആണെന്ന് തോന്നുന്ന രീതിയിലൊന്നും അവിടുന്ന് പുറത്ത് വന്നിട്ടില്ല.
അവർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അഭിലാഷ് അതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവും, സ്ട്രോങ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കാണും. ജനങ്ങളെ എന്റർടൈൻ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലല്ലേ അവർ കാണിക്കുള്ളൂ. അല്ല, എന്റർടൈൻമെന്റ് ഇല്ല ഇതിനകത്ത്. ദിസ് ഈസ് മോർ ദാൻ എന്റർടൈൻമെന്റ്. ഒരാളുടെ സ്റ്റോറി ലൈൻ, അഭിലാഷിന്റെ സ്റ്റോറി ലൈൻ അവർ കീപ്പ് ചെയ്ത സംഗതി അവർക്കൊന്നും കിട്ടാത്തതുകൊണ്ട് മേ ബി ഒന്നും വന്നിട്ടുണ്ടാവില്ല. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറി ലൈൻ മാത്രമാണ് പിടിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഒനീൽ എന്ത് ചെയ്തു, ആ ഒരു മസ്താനി ഒരു പരിധി കൂടുതൽ ആ ഫ്രണ്ട്ഷിപ്പിന്റെ സാധനം കാണിച്ചാലും ആൾക്കാർക്ക് ബോറടിക്കും. നമ്മൾ അവരുടെ ഫ്രണ്ട്ഷിപ്പ് കാണാൻ വേണ്ടി മാത്രം. അല്ല, ആ ഫ്രണ്ട്ഷിപ്പിന്റെ സാധനം ഞാൻ പറഞ്ഞ ആദ്യം അഭിലാഷിന്റെ കൂടെ ആയിരുന്നു ഒനീൽ. ആ ഒരു ഒറ്റ ഇൻസിഡന്റ്, ആ ഒരു മസ്താനി മറ്റേ ലക്ഷ്മി ഇൻസിഡന്റോട് കൂടിയിട്ട് അത് ഫ്ലിപ്പായി. ഒനീലിന്റെ താഴെയായി പോയി അഭിലാഷ്. അതാണ് ആ സംഗതി പറ്റിപ്പോയത്. അല്ലാതെ അതിൽ വേറെ സ്കീമല്ല. അതാണ് മെയിനായിട്ട് സീനായി പോയത്. അപ്പൊ എന്താണെങ്കിലും അങ്ങനെ ജിഷിന്റെ എവിക്ഷൻ ഒരു ഭയങ്കര അല്ലേ, അത് ഭയങ്കര ഷോക്കിംഗ് സർപ്രൈസ് ആയി വീട്ടുകാർക്ക് അത്ര ഷോക്കിംഗ് സർപ്രൈസ് ആയിരുന്നില്ല. വീട്ടുകാർക്ക് അത്ര ജിഷിൻ പോയ സമയത്തൊന്നും വലിയൊരു സീനുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. വീട്ടിലാർക്കും അങ്ങനെ ഒരു വിഷയം ഉള്ള പോലെ തോന്നിയില്ല. പക്ഷെ പുറത്തത്തെ കാര്യം അറിയണത് കൊണ്ടാണ് നമുക്ക് അത് ഒരു ഷോക്കിംഗ് ആയത്. നമുക്ക് മാത്രമേ ഉള്ളൂ. അല്ലാതെ അഭിലാഷിനെ ആക്ച്വലി നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ട്, ചാൻസ് ഉണ്ടായിരുന്നു അഭിലാഷിന് പുറത്തുവരാൻ. പിന്നെ അവാർഡിന്റെ കാര്യം ഇറലവൻസ് ആണ്. എനിക്ക് അതിനെ കുറിച്ചൊന്നും എനിക്ക് സംസാരിക്കാൻ ഞാൻ ഓണത്തിനുള്ള അവാർഡ് വാങ്ങാൻ പോകുന്നുള്ളത്. മറ്റേ ലെമൺ സ്പൂൺ അത് അവിടെ ഇരിക്കണത് ഞാൻ മേടിച്ചിട്ടില്ല. ലാസ്റ്റ് ലാലേട്ടന്റെ എനിക്ക് ബെസ്റ്റ് ആക്ടർക്കുള്ള അവാർഡ്, അതിനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാവട്ടെ. അങ്ങനെ അത് കഴിഞ്ഞു. അത് ഞാൻ പറഞ്ഞു, അതൊന്നും സംസാരിക്കാൻ മാത്രമുള്ള ഒരു ടോപ്പിക്കേ അല്ല. അതുകൊണ്ട് നമ്മൾ സ്കിപ്പ് ചെയ്ത് വിടുകയാണ് ആ സാധനം. ഷാനവാസിന്റെ സ്ക്രീൻ പ്രസൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞതിന് ശേഷം എവിക്ഷൻ പ്രോസസ് വീണ്ടും വന്നു. ലാസ്റ്റ് വന്നപ്പോൾ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും വീട്ടിനകത്തില്ല. നമുക്ക് പിന്നെ പുറത്ത് ഓൾറെഡി നമുക്ക് മനസ്സിലാകേണ്ട സീനില്ല. ആ സാബുമാൻ എന്നുള്ളത് ആരോട് ഗിസൈലിനോട് ആര്യം പറയുന്നുണ്ട്. ലിപ്പ് നിങ്ങൾക്ക് റീഡ് ചെയ്താൽ മനസ്സിലാവും. ലാസ്റ്റ് ഇവർ രണ്ടാളും ബാക്കിയായപ്പോ തന്നെ അഭിലാഷിന്റെയും ഏറ്റവും വലിയ കോൺഫിഡൻസ് അതാവും. അപ്പൊ എന്തായാലും ഈ ആഴ്ച പോകണം സാബുമാൻ്റെ ഒപ്പാണെന്ന് കണ്ടപ്പോ പിന്നെ വല്ല നൈസായിട്ട് അഭി വിചാരിച്ചു കാണും. പക്ഷെ സാബുമാൻ തുടരും. സാബുമാൻ വീണ്ടും സാബുമാൻ ഇനി പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ അനുമോള കൂടെ വരണം. അല്ലെങ്കിൽ അനുമോള വോട്ട് അപ്പുറത്ത് പറയുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും ഇറങ്ങി പോകുമ്പോ അയാളെ പിടിച്ച് പുറത്തുനിന്ന് തള്ളണ്ടിട്ട് വരും. അല്ലെങ്കിൽ പറഞ്ഞ ബിഗ് ബോസിന്റെ ടീം വെയിറ്റിംഗ് ആയിരിക്കും. എന്തിന് 2 മിനിറ്റ് ക്ലിപ്പ് കാണിക്കണല്ലോ, അത് കിട്ടണവരെ അവിടെ നിർത്തുന്നുള്ള വാശിക്കായിരിക്കും. ഇതിപ്പോ സാബുമാനെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. സാബുമോൻ ലക്ഷ്മിയുടെയും ഒനീലിന്റെയും മോള് കയറിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ലക്ഷ്മിനെ എവിടെയും കാണുന്നില്ല. കുറച്ച് ടൈമിലാണെങ്കിലും നെവിനോട് നെവിൻ ലക്ഷ്മി ഒനീല് ആ കൂട്ടത്തില് തേർഡ് ലാസ്റ്റ് ആണ്. ഏറ്റവും ലാസ്റ്റ് കിടക്കുന്നത് നെവിൻ. മേ ബി ഒന്നുമില്ലെങ്കിൽ ചിലപ്പോ നെവിൻ അടുത്തല്ല ഇയാള് ഒനീല് ഇനി ഒന്ന് പൊങ്ങി വരും, അല്ലെങ്കിൽ പറ്റ ഡൗൺ ആയി അടി പോകും. ഇനി എന്താ ഉണ്ടാവുക അറിയോ, ഇത്ര കാലം അക്ബർ ഒറ്റയാനായിട്ട് നടക്കായിരുന്നു അപ്പാനി പോയതിനു ശേഷം. ഇപ്പൊ ഒനീൽ ഒറ്റയാനായി. ഇനി ഒറ്റയന്മാർ രണ്ടും കൂടി ഒരു ഗ്രൂപ്പ് ആവും. ഒനീൽ അക്ബർ സാബുമാൻ അതൊരു ഗ്രൂപ്പ് ആവും. അതൊരു ഗ്രൂപ്പ് ആവും. ആ ഗ്രൂപ്പ് അങ്ങനെ പോകും. അപ്പൊ അടുത്ത സാബുമാൻ പോകുമ്പോ അപ്പൊ ഒരു വിഷമം വരും. അടുത്ത സാബുമാൻ പോയി. സാബുമാനെ ഞാൻ ആ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയി പറഞ്ഞേ. സാബുമാനെ നിർത്തുന്നത് പുറത്തുള്ള ബാക്കി PR-കൾക്ക് അത് അവരുടെ ഗെയിമാണ്. അത് ജനങ്ങൾ മനസ്സിലാക്കണം. അതായത് സാബുമാനെ നിർത്തുക എന്ന് പറയുമ്പോൾ വേറെ ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റിന് ബാക്കിയുള്ള സ്ട്രോങ് കണ്ടസ്റ്റൻസിന് അത് വോട്ട് ബാങ്ക് കയ്യിലുള്ള സ്ട്രോങ് PR ഉള്ള കണ്ടസ്റ്റൻസിന് ബാക്കി ഒരു മൈൽഡായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ കയറി വരാൻ ചാൻസ് ഉണ്ട് തോന്നുന്ന ആളുകളെ തട്ടാൻ മാത്രമുള്ള ഒരു ടൂളായിട്ടാണ് എനിക്ക് സാബുമാൻ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് സാബുമാനെ ഞാൻ പറയാം. ഇപ്പൊ അഭിലാഷ് പോയി, ഓക്കെ, ജിഷിൻ പോയി, സാബുമാൻ അടുത്ത ആഴ്ചയും കൂടി വെച്ചെങ്കിൽ ആര് പോകുന്നു? മേ ബി നെവിൻ പോവും, ഒനീല് പോവും, ലക്ഷ്മി പോവും, ഈവൻ അക്ബർ വരെ പോകാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. കാരണം ഇതിനകത്ത് ഞാൻ കൃത്യമായി പറയാം, ഏറ്റവും കൂടുതൽ വോട്ട് ബാങ്കുള്ള ആളുകൾ അനീഷ്, ഷാനവാസ്, നൂറ, അനുമോള്, ആദില, പിന്നെ ലക്ഷ്മി, പിന്നെയാണ് എന്ത് വരുന്നത് ബാക്കിയുള്ള ടീമുകൾ, ഗിസേല്, ആര്യൻ, ബിന്നി താഴെയാ ബിന്നി. അപ്പോൾ ഓബിയസ്ലി ഇനി എന്താ സംഭവിക്കുക? സാബുമാൻ അവിടെ ഹോൾഡ് ആകുമ്പോൾ വീണ്ടും ചാടാൻ പോകുന്നത് ലക്ഷ്മിയോ ഒനീലോ ബിന്നിയോ നെവിൻ, അക്ബർ. അതെ, അതാണ് സംഗതി. അല്ലാതെ ഈ സാബുമാനെ എനിക്ക് തോന്നുന്നു അനീഷിന്റെ ഒക്കെ കാര്യത്തിലായിരിക്കും കൂളായിട്ട് പുറത്തിടാന്ന് വിചാരിച്ചിരുന്നിട്ട് വീട്ടിനകത്തുള്ള ആൾക്ക് ഇനി വീട്ടുകാർ കയറിയിട്ട് ഇവരുടെ ഫാമിലിയിലുള്ള വീട്ടുകാർ കയറിയിട്ട് പറഞ്ഞു കൊടുക്കുമ്പോഴായിരിക്കും ഒട്ടലും ചക്കരയൊക്കെ ഉണ്ടാവും. പല വീട്ടുകാരും കയറിയിട്ട്
വരുന്നവരൊക്കെ ചിലപ്പോ അനീഷിന്റെ പുറകെ കൂടെ അല്ലെങ്കിൽ ഇവരെ കോമ്പോന്റെ പറഞ്ഞു കൊടുക്കും, കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. ഈ ടോയ്ലറ്റ് ഏരിയയിൽ വെച്ചിട്ടാവും പറഞ്ഞു കൊടുക്കാനും പോണത്, വേറെ കാര്യം. അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് സംഗതി എങ്ങനെയെങ്കിലും അല്ലെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് പറയണം ഇങ്ങോട്ട് പറയണം എന്നൊക്കെ പറഞ്ഞു വിട്ടിട്ട് ഒക്കെ കയറി പോണവരുണ്ടാവും. അല്ല, ഓൾറെഡി വീട്ടിൽ നിന്ന് വരുമ്പോ സെറ്റാക്കി വരും ചെയ്യും. ഞാൻ ഇന്ന കളർ ഡ്രസ് ഇടും, ഞാൻ ഇന്ന സാധനങ്ങൾ, ഞാൻ മുട്ടായി കൊണ്ടുവന്ന പോസിറ്റീവ്, ഞാൻ മറ്റോടെ നെഗറ്റീവ്. അല്ല, ഇത് പറയുന്ന നല്ലത് അല്ലല്ല, ഇത് പറയുന്ന നല്ലത് ഞാൻ പറയുമ്പോ. കാരണം എന്താ അറിയോ, ഇവരൊന്നും കൂടി ഒന്ന് ഗെയിം ഒന്ന് തകിടം പറയും മൊത്തത്തിലൊന്ന്. പിന്നെ ബിന്നിന്റെ ഫാമിലി വന്നിട്ട് ഒരാഴ്ച നിൽക്കുന്നുണ്ടല്ലോ. അപ്പൊ എല്ലാം കൂടി നോക്കുമ്പോ ഗെയിം ഒന്ന് ചേഞ്ച് ആവാൻ നല്ലതാ. ഈ ഫാമിലിനോട് ഇത്ര നേരത്തെ നല്ലതെന്ന് ഞാൻ പറയും. അത് കൊള്ളാം അല്ലേ, നല്ലതാണ്. ഇനി ഫാമിലി റൗണ്ട് മാത്രമാക്കണ്ട, അത് കഴിഞ്ഞിട്ടുള്ള ആഴ്ച 2 ചലഞ്ചേഴ്സ്, അത് കഴിഞ്ഞിട്ട് വേറൊരു പണപ്പെട്ടി, അങ്ങനെയൊക്കെ വിട്ടാൽ മതി. കാരണം അല്ലാതെ ഇവരെ ഒറ്റയ്ക്ക് വിട്ടിട്ട് ഒരു കാര്യമില്ല, മനസ്സിലായില്ലേ? ഫാമിലി റൗണ്ട് അതിന്റെ ഒരു രസം തീരുമ്പോഴത്തേക്ക് അടുത്ത് വേണമെങ്കിൽ ഒരു 2 ചലഞ്ചേഴ്സിനെ കൊടുത്തു വിടാം, അതിനുശേഷം ഒരു പണപ്പെട്ടി കൊടുത്തു വിടാം. അങ്ങനെ പോകുമ്പോൾ 1, 2, 3 ആണോ ആഴ്ചകൾ ഇങ്ങനെ, ആ ആഴ്ചകൾ അങ്ങനെ സെറ്റാക്കി പിന്നീട് ഫിനാലേക്കാണ് പോയാൽ മതി. പിന്നെ ടിക്കറ്റ് ഫിനാലെ വരും. അതായത് ഇപ്പോ ഈ ആഴ്ച ഫാമിലി, അടുത്ത ആഴ്ച ഒരു ചലഞ്ചർ, അതിന്റെ അടുത്ത ആഴ്ച ഒരു പെട്ടി, അതിന്റെ അടുത്ത ആഴ്ച ഒരു പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് ഗെയിം കളിക്കാനാണ് നല്ലത്. അതിന്റെ ഉള്ളിലുള്ളവർ കളിക്കുകയാണെങ്കിൽ പിന്നെ ടിക്കറ്റ് ഫിനാലിയും വെക്കുക. ലാസ്റ്റ് ഒരാഴ്ച പരിപാടിയും കഴിച്ചാൽ എല്ലാവരും തിരിച്ചു കയറുമല്ലോ. പോയവരൊക്കെ തിരിച്ചു കയറുമ്പോൾ കഴിഞ്ഞു, സീസൺ കഴിഞ്ഞു. അല്ലാതെ ഇവർക്ക് ഡെയിലി ടാസ്ക് കൊടുത്തിട്ട് എന്താ കാര്യം? അത് കൊളാക്കും, അത് കളിക്കില്ല. അപ്പൊ പിന്നെ ഏറ്റവും നല്ല പരിപാടി ഇങ്ങനെ പുറത്തുനിന്നും ഫാമിലിയും പണപ്പെട്ടിയും മറ്റേ ടിക്കറ്റ് ഫിനാലേക്ക് വെച്ച് പോണതാണ്. അല്ലാതെ നടക്കില്ല, പണി നടക്കില്ല. അപ്പോ ഒന്നിൽ ഒറ്റയ്ക്കായി, സങ്കടായി. അക്ബർ പറഞ്ഞത് കറക്റ്റാ. കാരണം അക്ബറിനൊക്കെ അവരുള്ളിൽ കളിക്കുന്നത് കാണൂലോ. അതിപ്പോ അഭിലാഷ് അവിടെ നിന്നിട്ട് ഞാൻ വലിയ ഗെയിമർ അല്ല, അല്ലെങ്കിൽ ഞാൻ കളിച്ചില്ല എന്നൊന്നും, അത് അയാൾ അങ്ങനെ പറഞ്ഞു, അല്ലാതെ വേറെ കാര്യമില്ല, വേറെ സീനൊന്നുമില്ല. അത് അങ്ങനെ പറഞ്ഞായിരിക്കണം അബി. പക്ഷെ ഇവര് വേറെ കാര്യമുണ്ട്. ഞാൻ പറഞ്ഞ പോലെ പുറത്താരും കാണാത്തതുകൊണ്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അബിക്കൊന്നും പറയാൻ പറ്റില്ല. അബി കളിച്ച് കാണും, കളി കണ്ടുകൊണ്ടായിരിക്കണം മേ ബി അക്ബറൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. എല്ലാവരും ഞെട്ടാൻ കാരണം, ജിഷിൻ പോണേനേക്കാൾ കൂടുതൽ അബി പോയപ്പോ ഞെട്ടാൻ കാരണം അതായിരിക്കും, മനസ്സിലായോ? പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് പുറത്ത് വരാത്തോണ്ട് നമ്മൾ എന്ത് ചെയ്യും എന്താ അറിയില്ല. പുറത്ത് കാണുന്ന നമ്മളെ ഗെയിം വെച്ച് നോക്കുമ്പോ നന്നായി കളിച്ചത് ജിഷിനായിട്ടോ. അതാ ഈ റീസെന്റ് കുറച്ച് ദിവസമായിട്ട് നന്നായിട്ട് സാധനം. പക്ഷെ അബീന്റെ എന്താ പറയുക, അബി ആ 2 ആഴ്ച ആ തുടക്കത്തിലുള്ള 1, 2, 3 ആഴ്ച അല്ലാതെ പിന്നെ അബീനെ വന്നിട്ടേ ഇല്ല. എന്തറിയോ, ഇവര് പണ്ട് വേറെ ഏതൊക്കെ ഒരു സീസണിലൊക്കെ ഉണ്ടായിരുന്ന പോലെ ഇവരിങ്ങനെ ഇരുന്ന് പ്ലാൻ ചെയ്യല്ല, അതൊന്നും വർക്ക്ഔട്ട് ആണല്ലോ, ഒന്നും. അത് എനിക്ക് നന്നായിട്ട് കണക്ട് ആവും. കാരണം ഞാനൊക്കെ ഇരുന്ന് പ്ലാൻ ചെയ്യാൻ പറയാതിരുന്നിട്ട് കാര്യമില്ല. അതങ്ങനെയായിരുന്നല്ല, അത് മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് അത് മനസ്സിലാവുള്ളൂ. മനസ്സിലായോ? അതാ പറയാ. അപ്പൊ ആ പ്ലാനിങ്, അപ്പൊ ഇനി കയറാനുള്ള കണ്ടസ്റ്റൻസിനോടാ ഞാൻ പറയുന്നത്. ഇനി കയറാൻ താല്പര്യമുള്ള, ബിഗ് ബോസ് പോകാൻ താല്പര്യമുള്ളവരോടാ പറയുന്നത്, നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അനുമോൾ ഇന്ന് ബ്ലാങ്കറ്റിന് പ്ലാൻ ചെയ്ത് മറ്റേ ബെഡ്ഷീറ്റ് എടുക്കണമായിട്ട് ചീഞ്ഞ സാധനങ്ങൾ പ്ലാൻ ചെയ്താൽ അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ലാതെ ബുദ്ധിപരമായിട്ട് നിങ്ങൾ മറ്റേ കണ്ടസ്റ്റൻസിന് അടുത്ത എവിക്ഷൻ ഇന്ന ആളെ തട്ടണം, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ നമുക്ക് ഗെയിം പ്ലാൻ ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ പൊളിക്കണം, അല്ലെങ്കിൽ ഇപ്പൊ അവൻ എത്ര വോട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്, ഇങ്ങനത്തെ ബുദ്ധിപരമായ ഒരു പ്ലാനിങ്ങും പുല്ല് പുറത്തു വരില്ല. ഈ ചീഞ്ഞ ബെഡ്ഷീറ്റിന്റെ അടിയിലുള്ള പരിപാടികളാണ് നീ പുറത്തു വരും. അതിപ്പോ ഇനി പോകാനുള്ളവരോടാ പറയുന്നത്, ഞങ്ങൾക്ക് പറ്റിയ പറ്റില്ല, നിങ്ങൾക്ക് പറ്റരുത്. അത് അങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ എന്താ പറയുക, ഇതേപോലെ ഇരുന്നിട്ട് നമ്മളെ പറഞ്ഞുകൊണ്ടിരിക്കും. മനസ്സിലായല്ലോ? അത്രേ പറയാനുള്ളൂ. ഓ, മെയിൻ കണ്ടന്റ് മേക്കർ സ്ക്രീനിലുണ്ട്, കണ്ടോ? സ്പോട്ട് മെയിൻ കണ്ടന്റ് മേക്കർ. സ്പോട്ട് ഈ സ്ക്രീനിൽ ഞാൻ ഇവിടുത്തെ ഈ സ്ക്രീനിൽ നിങ്ങൾ കണ്ടന്റ് മേക്കർ സ്പോട്ട് ചെയ്യും. ഹൂ ഇസ് ദ ബെസ്റ്റ് കണ്ടന്റ് മേക്കർ? ഇതായിരിക്കണം പ്ലാച്ചി. സ്പോട്ട് പ്ലാച്ചി കേട്ടാ ഇരിക്കുന്നേട്ടാ. ഈ ഫ്രെയിമോട് കൂടി നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായോ? എന്തുകൊണ്ട് അനുമോൾ തിരിച്ചു വന്നു? പ്ലാച്ചി ഇല്ലാത്ത ദിവസങ്ങളിൽ അനുമോൾ നോർമൽ ആയിരുന്നു. പ്ലാച്ചി തിരിച്ചു വന്നു. പ്ലാച്ചി ഗെയിം ചേഞ്ചർ. പ്ലാച്ചിയാണ് ഗെയിം ചേഞ്ചർ. പ്ലാച്ചില്ലാത്ത സമയത്ത് അനുമോളോട് ആൾക്കാർക്ക് ഒരു ഇഷ്ടം തോന്നുന്ന രീതിയിൽ അനുമോള് പെർഫോം ചെയ്തിരുന്നു. പ്ലാച്ചി വന്നതോടുകൂടി കുരുട്ടാണ് പുറത്തിറങ്ങുന്നത്. ആലോചിക്ക്, പ്ലാച്ചി വന്നു, സാധനം ഇറങ്ങാൻ തുടങ്ങി. മോനെ പ്ലാച്ചി ഗെയിം ചേഞ്ചർ കളിക്കാൻ തുടങ്ങി. പക്ഷെ അത് അതേമാതിരി ചീറ്റി പോയതല്ല, ആര്യനെ ഒന്ന് ഉറപ്പിക്കാൻ നോക്കി, ആരും പോയി പണി വെക്കാൻ പറഞ്ഞു ബ്ലാങ്കറ്റ് ഒക്കെ. അല്ല, ഞാൻ ഒരു കാര്യം കേട്ടെ, ഒരാൾക്ക് 2-3 ബ്ലാങ്കറ്റ് വെച്ചാ ബിഗ് ബോസിനോട് പോയി ചോദിച്ചാൽ തന്നെ കിട്ടും. നമ്മള് ബിഗ് ബോസിനോട് പോയി പറയാ, എനിക്ക് തണുക്കുന്നുണ്ട്, ഹെൽത്തിന് ഇഷ്യൂ ഉണ്ട്, എനിക്ക് ഒരു ബ്ലാങ്കറ്റ് ചോദിച്ചാൽ ബിഗ് ബോസ് കൊടുക്കും. അത്ര ഒരു ക്രൂരനൊന്നുമല്ല, മാന്യനാണ് ബിഗ് ബോസ്.
ആ സാധനം കൊടുക്കും. അത് നമ്മള് നോറ പണ്ടേ ബിഗ് ബോസ് പറഞ്ഞത് ജിഷിന്റെയും അഭിലാഷിന്റെയും മാത്രമാണ് തിരിച്ചതാണ്. മനസ്സിലായോ? ഇവര് നോക്കുമ്പോ അതായത് നെവിൻ അവിടെ ബ്ലാങ്കറ്റിന്റെ കാര്യം പറഞ്ഞില്ലേ, മറ്റേ ഇന്നലെ നീച്ചിട്ട് ബ്ലാങ്കറ്റിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ അനുമോക്ക് ഇപ്പൊ ഇങ്ങനെ മനസ്സിലായി തുടങ്ങിയത്, ഓ നെവിൻ ബ്ലാങ്കറ്റിന്റെ കാര്യം പറയുന്നു, ബാക്കിയുള്ളവർ ഇവരുടെ ലവ് ട്രാക്ക് ആണോ എന്ന് പറയുന്നു. മനസ്സിലായോ? അപ്പൊ ഇതിങ്ങനെ നോക്കാൻ, അത് 2-3 ബ്ലാങ്കറ്റ് ആവുമ്പോ അതിനകത്ത് എന്താ നടക്കുന്നത് കാണാൻ പറ്റില്ല. അതാണ് ഷാനവാസ് പറയാം, അതൊക്കെ ഇങ്ങനെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പിടിക്കണം. പണി പോട്ടെ, എന്തിനാ ഇവിടെ കിടക്കുന്നത്, മാറിക്കിടന്നു പറ്റിരിക്കോ. അത് കഴിഞ്ഞിട്ട് ഐക്കോണിക് ഒരു ഐറ്റം ഉണ്ട്, ഷാനവാസ് വന്ന് ഇവരോട് ചോദിക്കുമ്പോ നടുവിൽ വന്നു. ഇപ്പൊ കിട്ടുന്നുള്ള പ്രതീക്ഷ അതിനേക്കാൾ എനിക്ക് ഇഷ്ടമായത് ആര്യം ഇട്ടുകൊടുത്താണ്. ഈ ഒരാഴ്ചയായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. അപ്പൊ എന്താന്നൊരു പറയാനും വയ്യ, അതന്നെയാണോന്ന് അറിയൂല, പക്ഷെ എന്തോ ഒന്നുണ്ട്. അതിന് അനുമോൾക്ക് ഇങ്ങോട്ട് സന്തോഷം, കണ്ണ് 2 ഇപ്പുറത്തിന് വന്നുകൊണ്ട് അനുമോളെ തന്നെ നോക്കി ചിരിച്ചു വിളിക്കാണ്ട് കയറിപ്പോയി. അനുമോൾ എന്താ പറയോ, അനുമോളെ ഫാമിലി പുറത്തുനിന്ന് എല്ലാ ഫാമിലിയോടും എന്താ ചോദിക്കാറിയോ, എല്ലാരും വിളിച്ചോണ്ട് എന്താ ചോദിക്കാറിയോ, എനിക്കതിന് മിക്കവാറല്ല അനുമോളെ വീട്ടുകാരെടുത്ത് തന്നെ അല്ലെങ്കിൽ കേൾക്കാൻ ചാൻസ് ഉണ്ട്. അല്ല ഞാൻ ആലോചിക്കുന്നതല്ല, ഇതിനിടയിൽ ആദിലിനോർ ഇത്രയൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഫ്രണ്ടിനൊപ്പം പോയി നിന്നൊടുത്ത്. ഒനിലോട് പോയി പറഞ്ഞ സമയത്തേ ആദിലിനോർ ഉണ്ടായിരുന്നല്ലോ അവിടെ. ഈ പറഞ്ഞ പോലെ ഫ്രണ്ടിന് വേണ്ടി എന്നെ ഉയരണ്ണനക്ക് അണ്ണിക്ക് എന്നെ ഉടലണ്ണിക്ക് പാണ്ടിപ്പടേന്റെ സ്കീമാണ് അവര്, അല്ലേ? അവര് തമ്മിൽ അങ്ങനെ വന്നിട്ടുണ്ട്. കണ്ണും കരളും ഉടലും ഒക്കെ അണ്ണനും അണ്ണിക്കെന്ന് പറഞ്ഞ് നിൽക്കുന്ന ടീമാണ് വന്നിട്ട്. ഒരു കാര്യമില്ല അതിനെ കൊണ്ട്. കാരണം ഈ അനുമോള് നെഗ്ഗാവുമ്പോ കൂട്ടത്തിൽ കൂടിയാണ് കയറി നെഗ്ഗാവാന്നല്ലാതെ വേറെ ഒന്നും ഇത് നടക്കാൻ പോകും. പക്ഷെ എനിക്ക് തോന്നുന്നു അനുമോള് നെഗ്ഗാവുമ്പോ ഒരു നല്ല സിമ്പിൾ ആയിട്ട് എസ്കേപ്പ് ആവുന്നുണ്ടോ. ഇനി നടക്കില്ല. കാരണം എന്താ പറയാ, അത്രയും ആദ്യ കയ്യിൽ ട്രാപ്ഡായി പോയി. ആ സാധനത്തിനകത്ത് 100 ചിലപ്പോ ചാടുമായിരിക്കും. ആദില പക്ഷെ കംപ്ലീറ്റ്ലി എന്തോ തോന്നുന്നുണ്ടല്ലോ, രണ്ടാഴ്ചയായിട്ട് എന്തോ, പക്ഷെ എന്തോ പറയാനും വയ്യ, എന്തോ ഒരു ഇതുണ്ട്. അതിലറിയുന്നില്ല, എന്തോ ഒന്നുണ്ട്. പക്ഷെ അനുമോൾക്ക് കിട്ടേ സംഗതി കിട്ടിക്കണ്ട. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, ഇഞ്ഞോൾക്ക് പോപ്പ് കൊടുത്ത അഞ്ഞ് തീർന്നു. പണ്ട് ലവ് ഇല്ലാണ്ട് തന്നെ അങ്ങനെയൊന്നും. പ്ലാച്ചീനെ തന്നെ അവിടെ കൊണ്ടുവച്ചത് എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടണമെങ്കിൽ പ്ലാച്ചെങ്കിൽ പ്ലാച്ചി പറഞ്ഞിട്ടും ചോദിച്ചിട്ടോ. എന്താ പറയാ, പ്ലാച്ചീനെ ഇവളില്ലാത്തപ്പോ പ്ലാച്ചീനെ ബെഡിൽ വെക്കും. പ്ലാച്ചി ബെഡിക്ക് അങ്ങോട്ട് നോക്കിയപ്പോ എന്താ പ്ലാച്ചീനുണ്ടായേ, ആ സാധനമൊക്കെ അല്ല, ഓരോരുത്തർക്ക് അതിൻ്റെ ഉള്ളിൽ ഗെയിം പറഞ്ഞിട്ടും അങ്ങോട്ടോട് കുറ്റം പറഞ്ഞിട്ട് ഉറക്കം വരാതെ കിടക്കണം. ഇത് അപ്പുറത്തെ കട്ടിൽ എന്താ നടക്കണോ കിട്ടാൻ അതിന് ഉറക്കമില്ലാതായിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കും, ബോബിനും മോളിയിലും പട്ടീനെ പോലെ ആ ഫ്രെയിമിൽ കയറി എന്തെങ്കിലും ആ ഫ്രെയിമിലല്ല. ഷാനവാസ് ഗിസൈലിനോട് ആരോടും സംസാരിക്കും. അല്ല, ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ ആര്യനും ഗിസൈലിനും അത് മനസ്സിലായിട്ടുണ്ട്. രണ്ടാളും ഇട്ട് കൊടുക്കുകയും ചെയ്ത് അനുമോൾക്ക് വേണ്ടിയിട്ടാണ് ഒരാ പറയുന്നത്. എനിക്ക് തോന്നുന്നു അതിനൊണ്ട് സമാധാനമായി കടന്നുറങ്ങിക്കോട്ടെ വെച്ചിട്ടാണ് ഷാനവാസ് അവിടെ പോയിട്ട് ഇത് ചോദിച്ചത്. അപ്പൊ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടെന്നാ അത് ഇന്നെങ്കിലും ഒന്ന് കുറെ കാലത്തിന് ശേഷം 56 വയസ്സായില്ലേ, 57ാമത്തെ ദിവസമെങ്കിലും ഒന്ന് കടന്നുറങ്ങിക്കോട്ടെ. അതിങ്ങനെ തന്നെ കാക്കി കിട്ട് വന്നിരുന്ന് അങ്ങനെ ഇത് നോക്കിയിരിക്കുകയാണ്. അനുമോളെ ഗെയിമിന്റെ ഒരു അവസ്ഥ ഇത് ഗെയിമല്ല. അനുമോള് ബേസിക്കലി അല്ലേ ഇങ്ങനത്തെ ഒരു എന്താ പറയുക, അനുമോള് ശരിക്കും ജെനുവിനാണ്. അനുമോളായിട്ട് നിൽക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ചിലപ്പോ. എന്താണ് അവിടെ അറിയാഞ്ഞിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്. അത് പറഞ്ഞപ്പോ ഇന്നലെ മുതൽ ഡാനി ഇട്ട ഒരു വോയിസ് ഇങ്ങനെ ഭയങ്കരമായിട്ട് എനിക്ക് ആൾക്കാർ ഷെയർ ചെയ്തിരുന്നു. അനുമോളുടെ കാര്യത്തിൽ ജീവന്റെ അമ്മേനോട് സംസാരിച്ചിട്ടുള്ള അനുമോക്ക് ജീവന്റെ അമ്മയ്ക്ക് അനുമോളെ അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ അവരുടെ എന്തോ റിലേഷൻഷിപ്പിന്റെ ഐറ്റങ്ങളൊക്കെയാണ് ആ കിടന്ന് കറങ്ങുന്നത്. ഞാനത് ഈ സീസണിൽ പിടിക്കുന്നില്ല, താല്പര്യമില്ല. കാരണം അനുമോക്ക് പറയാനുള്ളത് ഇനിയിപ്പോൾ അനുമോള് വന്ന് പറഞ്ഞോട്ടെ, അനുമോക്ക് പറയാനുള്ളത് കഴിഞ്ഞിട്ട് ജീവൻ എന്തെങ്കിലും പറയണ്ടേ ജീവൻ പറഞ്ഞോട്ടെ. കാരണം ഒരു സൈഡില് ആ ചെങ്ങായിന്റെ സീരിയല്, ഇപ്പുറത്തെ അനുമോളെ ബിഗ് ബോസ്, ഇതിനിടയിൽ ചുമ്മാ അനുമോളുടെ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് അടുത്ത സീരിയലാ 10:30 സീരിയല്. പിന്നെ അത് കൂട്ടി ഞാൻ താല്പര്യമില്ല. ഇനിയിപ്പോൾ അതിന്റെ എക്സ്ട്രീം ലെവലിൽ പോയി കഴിഞ്ഞാൽ വേണമെങ്കിൽ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാന്നല്ലാതെ എനിക്ക് ഇപ്പൊ ഒന്നും അതിനെ കുറിച്ച് പറയാൻ ഉണ്ടാകുന്ന താല്പര്യമില്ല. അല്ലേ, നമ്മൾ എടുക്കുന്നില്ല, ഞങ്ങളത് തുടരുന്നില്ല. ഞങ്ങളത് തുടരാൻ താല്പര്യമില്ല ഞങ്ങൾക്ക്. അത് ഞാൻ ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. കാരണം കുറെ പേര് എനിക്ക് അയച്ചു തന്നപ്പോൾ ചെയ്യോ ചേട്ടാ എന്ന് വെച്ചപ്പോൾ അറിയോന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ആധികാരികമായിട്ട് വേണമെങ്കിൽ പറയും ചെയ്യാം. ഇതൊക്കെ പലരുടെ കയ്യിലും കിട്ടുമ്പോഴും കാണുമ്പോഴും ഇത് മുന്നേ നമ്മളെ ഈ സാധനങ്ങളൊക്കെ കിട്ടിയതും കണ്ടതുമാണ് നമ്മൾ.
താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ വിട്ടുകളഞ്ഞു, അത്രേ ഉള്ളൂ കേസ്. ഓക്കെ, അപ്പോൾ അതില് ഒരു ഫ്രണ്ട്ഷിപ്പ് ടോക്ക് ചെയ്യുന്നു. ഫ്രണ്ട്ഷിപ്പിൽ എനിക്ക് അതൊരു അൺവാണ്ടഡ് സാധനങ്ങളാ വെറുതെ. അല്ല, എനിക്ക് ഈ ഫ്രണ്ട്ഷിപ്പ് ബിഗ് ബോസ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം പോലെ എനിക്ക് തോന്നുന്നത്. പക്ഷെ ഞാൻ ആ ഫ്രണ്ട്ഷിപ്പിന് ജെന്യൂൻ ആയിട്ടാണ് കാണുന്നത്. എനിക്ക് ആദ്യം തോന്നിയിട്ടുണ്ട്, ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല. ഇന്നിപ്പോ പറയും നല്ല ഫ്രണ്ട് അറിയും, നാളെ പറയും എനിക്ക് ഫ്രണ്ട് എല്ലാം അറിയും. അതായത് രണ്ടുപേരും ഗെയിം കളിക്കുന്നുണ്ട്. അനീഷിന് പറ്റാത്തൊരു സാധനം വന്നാൽ അനീഷ് മാറി ഇരുന്നിട്ട് ഷാനവാസിനെ പറയും. ഷാനവാസിന് അനീഷിന് ഒരു നുണ പറയുന്ന സമയത്ത് കൃത്യമായി ഗെയിമിന് വേണ്ടി എന്താ പറയുക, അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടെങ്കിലും എന്തോന്ന് അറിയാത്തൊരു ബോണ്ട് അവരുടെ കിടക്കുന്നുണ്ട്. അതാണ് അത് അവര് തമ്മിൽ അങ്ങനെയൊക്കെ. പക്ഷെ എന്നാലും അത് കാണിക്കാത്ത. പക്ഷെ ഇവരങ്ങനെയല്ല, ഉള്ളിൽ എവിടെ ഒരു ബോണ്ട് കിടക്കുന്നുണ്ട്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഈ പറഞ്ഞ ഷാനവാസിന് നമ്മൾ ഹിറ്റ്ലർ എന്ന് പറയുമെങ്കിലും ആദിലെ നോറയുടെ കേസിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അയാൾ ഈ അനീഷിനോട് ഉള്ള പോലത്തെ ആ ഒരു, അതും ഫ്രണ്ട്ഷിപ്പ് പ്ലസ് ബ്രദർ ബോണ്ടാണല്ലോ, പക്ഷെ ആ ബോണ്ടിൽ അയാൾ കീപ്പ് ചെയ്യുന്നറിയോ, അയാൾ നോറേനെ അനീഷും ഇഷ്ടപ്പെട്ട് അതിങ്ങനെ ഒരു കോംബോ ആയിട്ട് പോകണം എന്നാണ് അയാൾ ആഗ്രഹിക്കുന്നത്. അവരെല്ലാരും തമ്മിൽ അടി ഉണ്ടാക്കാൻ അയാൾ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല. ഇന്റെ ബലമായ സംശയം ഇത് ഷാനവാസ് മേ ബി പുറത്തിറങ്ങുമ്പോൾ പറയുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഷാനവാസിന് ഈ അനീഷ് ഒറ്റ ഇത് ആദിലാനോറയ്ക്കും അതായിരുന്നു ആവശ്യം. അനീഷ് ഒറ്റയ്ക്ക് ഗെയിം കളിച്ചു പോകുമ്പോൾ ആ ഒറ്റയാൻ ഗെയിമിനെ താഴ്ത്തിടാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചു. അൺഫോർച്ചുനേറ്റ്ലി അത് നടന്നില്ല. പക്ഷെ ഷാനവാസ് ലാലേട്ടന് മുന്നിൽ തന്നെ പറഞ്ഞത് കേട്ടോ, ഇവനെ ഞാൻ വളയ്ക്കും, എന്റെ വരുതി കൊണ്ടുവരും. ഗെയിമാണ്, നല്ല ഗെയിമാണ്. കാരണം അതുകൊണ്ട് ഇപ്പൊ എന്തായി, ഒറ്റയങ്കളി ഇനി ആർക്കും നടക്കില്ലല്ലോ, ഷാനവാസിന് ഒറ്റയങ്കളി നടക്കില്ല. അത് ഷാനവാസിന് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും അങ്ങനെ അയാൾ ഒറ്റയാൻ കളി അയാൾക്ക് ഒഴിവാക്കാൻ പറ്റൂല. കാരണം ഇയാൾക്ക് ഒറ്റയ്ക്ക് നിൽക്കേണ്ട സമയത്ത് അയാൾ ഒറ്റയ്ക്ക് ഇല്ലല്ലോ. അതും കൂടി ലാലേട്ടൻ കട്ട് ചെയ്ത് കളഞ്ഞില്ലേ ആ സാധനം എന്ന് പറഞ്ഞിട്ട്. പറയേണ്ട സമയത്ത് അയാൾ പറയണ്ടല്ലോ. ഇല്ല, അയാള് കഴിഞ്ഞ മറ്റേ ആ ചോക്ലേറ്റിന്റെ ഒക്കെ വന്ന സമയത്ത് ആ ബീജിട്ട് പുറത്തു വരുന്നത് തന്നെയല്ല അനീഷ് ഷാനവാസിനെതിരെയാണല്ലോ സംസാരിച്ചത്. പക്ഷെ ഒരു ബോണ്ട് ഉണ്ട് അവരുടെ ഇടയിൽ. ആ ചോക്ലേറ്റിന്റെ സാധനം BGM ഇട്ട ക്ലിപ്പ് അല്ലാതെ നിങ്ങൾ ആ കംപ്ലീറ്റ് സാധനം കണ്ടില്ലേ? അതിലെന്താണ്ടായേ? ആ സാധനം കൊടുത്തപ്പോ വളരെ കറക്റ്റ് ഒരു കാര്യവും പറഞ്ഞു ഷാനവാസ്. ഇന്നതുകൊണ്ടാണ് ഞാനത് ചെയ്തത്, ഞാനത് അതിലെ തമ്മിലൊരു പ്രശ്നം ഉണ്ടാവരുത്, ഞാനാണത് വാങ്ങിച്ചു വെച്ചത്. എന്നിട്ട് അത് കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് ഈ സമാധാനം എന്നോട് സംസാരിച്ചാൽ തരാം. ആ സ്റ്റോറി അയാള് അനീഷിനെ പറ്റിക്കാൻ പറഞ്ഞതാ. ശരിക്കും എന്തിനാ നമുക്ക് വായിക്കാലോ? അല്ലല്ലോ, ആദില ഇയാള് കിടന്ന സോഫയിൽ കിടന്ന സമയത്ത് തെറ്റിയ ടൈമില് ആദില പോയിട്ട് ഞാൻ ഇത് അയാൾക്ക് കൊടുക്കാൻ പോവാണെന്ന് പറഞ്ഞു. ആർക്ക്? അതിന് നേരിട്ട് അനീഷിന് കൊടുക്കാൻ പോകണം. അപ്പൊ ഷാനവാസ് പറഞ്ഞു ഇത് എനിക്ക് തരണം. അപ്പൊ ഒന്നും മുണ്ടിയില്ല. ഈ പറഞ്ഞ മാതിരി നിങ്ങളെ തെറ്റിച്ചിട്ട് അങ്ങനെ ഒരുമിപ്പിക്കാനാണെങ്കിൽ അതെന്തിനാന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് ആവശ്യമുണ്ട്, എനിക്ക് ഗെയിം ഉണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് ഇത് മുട്ടായി സാധനം എന്തോ വാട്ട് എവർ ഇറ്റ് ഈസ് മറ്റേ മാതിരി നിങ്ങൾ പറഞ്ഞ ആസ്പെക്ടിൽ ചിന്തിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഷാനവാസ് എന്ത് ചെയ്യും? ആദിലേനെ കൊണ്ട് അപ്പൊ തന്നെ സ്പോട്ടിൽ ആ സാധനം കൈയോട് കൊടുപ്പിച്ചിട്ട് അത് തീർപ്പിക്കേണ്ടി വന്നു. അതില്ലാതെ കയ്യിൽ വെച്ചു. കയ്യിൽ വെച്ചതിന് ശേഷം വീണ്ടും കുറെ കഴിഞ്ഞിട്ടാണ് രണ്ടാമത് ആ സാധനം 1.5 ദിവസം കഴിഞ്ഞിട്ടാണ് ആ സാധനം വന്നത്. ഷാനവാസ് എങ്ങനെ വിചാരിച്ചപ്പോ തീർന്നത്? ആദിലും അനീഷും തമ്മിലുള്ള ജയിലിൽ നിന്ന് ഒറ്റയ്ക്ക് തീർത്തു. ഈ സാധനം കയ്യിലുള്ളത് മറ്റേ കിച്ചന്റെ അവിടെ നിന്ന് ഇങ്ങനെ എറിഞ്ഞു കൊടുത്തിട്ട് നീ എടുത്ത് പറഞ്ഞിട്ട് അത് കൊടുത്തു. എന്നിട്ട് അതിന്റെ മുകളിലൊരു ഗെയിം വെച്ച് സംസാരിച്ചത് ആരാ? ഷാനവാസാണ്. അല്ലാതെ എനിക്ക് അതിലൊരു ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം ഒരു അപ്രോച്ച് ഷാനവാസിന്റെ ഭാഗത്ത് നിന്ന് അനീഷിനോട് ഉണ്ട് എന്നുള്ളത് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. ഒരു 100% എനിക്ക് തോന്നുന്നില്ല. ഷാനവാസിന് ഇറ്റ്സ് എ പ്യുവർ ഗെയിം. അനീഷിനെ സംബന്ധിച്ചിടത്തോളം ചില സാഹചര്യങ്ങളിൽ അനീഷിനെ, പക്ഷെ അതിൽ ആലേട്ടൻ വന്നിട്ട് ഇങ്ങനെ ആദ്യം ഐ ലവ് യു അറിയിച്ചു, പിന്നെ ആദ്യം മനസ്സ് തുറക്കാൻ പറഞ്ഞു, പിന്നെ ഐ ലവ് യു അറിയിച്ചു. ഇന്നിപ്പോ എന്താണ്ടായേ? മാറിയിരുന്നു ഷാനവാസ്. അങ്ങനെ ലാലേട്ടൻ വന്ന് പറഞ്ഞാലോ നിങ്ങൾ എന്ത് അയാള് ബുദ്ധിമാനാണ്, പക്ഷെ ലാലേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ അച്ചട്ടായിട്ട് ചെയ്യുന്ന ഒരാളുമാണ്. മനസ്സിലായോ? ബുദ്ധിമാനാണ് ലാലേട്ടൻ പോണ ആളായിട്ട്. പിന്നെ എന്തിനാ ഹൃദയം തുറന്നു? ലാലേട്ടൻ പറയുമ്പോ അയാളെ ബ്രില്യന്റും കൂടെ ഉപയോഗിക്കും. നോനോ, എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാൻ പറയാൻ കാരണം എടോ ഇത് കഴിവുള്ളത് അംഗീകരിക്കാത്ത പ്രശ്നമല്ല. നിങ്ങൾ ഞാൻ പറയാം അന്ധ മനീഷ് ഫാൻ ആയതുകൊണ്ട് നിങ്ങൾ പറയായിരിക്കും ചിലപ്പോ അയാൾ കളിക്കുന്ന ഗെയിം നമുക്ക് മനസ്സിലാവാണ്ടായിരിക്കും. അതൊന്നും അല്ല. എനിക്കറിയാം ഗെയിം ഞാൻ പറയാം. ഞാൻ അനീഷിനെയും അല്ലെങ്കിൽ ഷാനവാസിനെയും അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ഞാൻ ഒരാളെയും ഈ സീസണിൽ സപ്പോർട്ട് ചെയ്തില്ല. ലാലേട്ടൻ വന്നിട്ട് അനീഷിനോട് അനീഷ് ഹൃദയം തുറക്കൂ, ആരെങ്കിലും ആക്സെപ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ അന്ന് ആ മൊമെന്റ് മുതൽ സ്വിച്ച് ഇട്ട മാതിരി എന്തായി? അയാൾ ഷാനവാസിനെ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. ആ സംഗതി കൃത്യമായിട്ട് ഷാനവാസിനും അനീഷിനിടയിൽ ഒരു ബോണ്ട് കൊണ്ടുവരാൻ നേരത്ത് റിയാസിനെ വിളിച്ച സമയത്ത് കൺഫെഷൻ റൂമിൽ ഒരു ടാസ്ക് കൊടുത്തു. ഏത്? ഐ ലവ് മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞ സാധനം പറയിപ്പിക്കാൻ.
അത് പറയിപ്പിച്ചതിന് ശേഷം വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നിട്ട് അത് രണ്ടാമതും പറയിപ്പിച്ചു. മനസ്സിലായോ? അവിടെ നിർത്തി പറയിപ്പിച്ചു ആ സാധനം. അത് വീണ്ടും പറഞ്ഞു. അതിനുശേഷം ഈ ഒരു വീക്കിലൊക്കെ വരുന്ന സമയത്ത് വീണ്ടും അവരുടെ ഈ ബന്ധത്തിനിടയിൽ അനീഷിന് ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ സംഗതി വന്നു എന്ന് കണ്ടപ്പോൾ ഇന്ന് ലാലേട്ടൻ അത് എടുത്തു പറഞ്ഞു. ഏത് ഒറ്റയ്ക്ക് മാറി നിന്നിട്ട് സ്വന്തം ഫ്രണ്ടിനെ കുറിച്ചിട്ട് അപ്പൊ ഷാനവാസ് പറഞ്ഞു, ഇതിനെ കുറിച്ച് അങ്ങനെ പറയല്ലേന്ന് വെച്ചില്ലേ. വീണ്ടും എന്തായി, ഫ്രണ്ട്ഷിപ്പിൽ അങ്ങനെ വരാൻ പാടില്ല, ഒരാളെ എല്ലാം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. ലാലേട്ടൻ പറഞ്ഞ എന്താ അനീഷിനോട്, ഒരാളെ നല്ലതും ചീത്തയും, അതായത് ആ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ആസ്പെക്ട് ബിഗ് ബോസിന് ആവശ്യമാണ്. ബിഗ് ബോസിന്റെ കണ്ടന്റ് ആണത്. ആ കണ്ടന്റിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നത് അവിടെ അനീഷാണ് ട്രാപ്ഡ് ആവുന്നത്. ഞാനിത് പറയുന്നത് അനീഷ് നല്ലതിന് വേണ്ടിയിട്ടാണ്. കാരണം അനീഷ് എന്ന് പറഞ്ഞ ഗെയിമർ ഒറ്റയ്ക്ക് കളിക്കേണ്ട ആളാണ്. അയാൾ എങ്ങനെയാണോ ദിവസം 1 മുതൽ വന്നത് ഇങ്ങോട്ടും അയാൾ അങ്ങനെ കളിക്കേണ്ട ഒരാളാണ്. അയാൾ ഒരിക്കലും ഷാനവാസിന്റെ മൗത്ത് പീസ് ആവാൻ പാടില്ല. എനിക്ക് അത്രേ പറയുള്ളൂ. ഞാൻ അയാൾ അങ്ങനെ കാണുന്ന ഒരാളാണ്. അതാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. അല്ല, കാരണം എന്താ പറയാ, അത് ഇന്നിപ്പോ ലാലേട്ടൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി വരും ദിവസങ്ങളിൽ നമുക്കത് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത്രയും ദിവസം ഞാൻ പറയാ, ഇത്രയും ദിവസം ഞാൻ അപ്പൊ പറഞ്ഞ കാര്യങ്ങളില്ലേ, അതൊക്കെ അനീഷ് ചെയ്തില്ലേ? എങ്ങനെ അനീഷ് കളിക്കുന്നത്? ഇല്ലല്ല, അയാൾ കുറെ മൗത്ത് പീസ് ആയിട്ടുണ്ട്. ഷാനവാസിന്റെ മൗത്ത് പീസ് ആയിട്ടുണ്ട്. അയാൾ ഷാനവാസിന്റെ മൗത്ത് പീസ് ആയിട്ടുണ്ട്. ഷാനവാസ് പറയുന്ന കാര്യങ്ങൾ അയാൾ വിശ്വസിച്ചിട്ടുണ്ട്. ഷാനവാസിന്റെ അടുത്ത് ഇപ്പൊ അയാൾക്ക് പഴയ പോലെ എന്തില്ല, ഒരു അഗ്രഷൻ എടുക്കാൻ പറ്റുന്നില്ല. ഈ സംഗതിയിലൊക്കെ പെട്ടുപോയത് അനീഷാണ്. ഷാനവാസിന് ഇവിടെ ഒരു വിഷയമല്ല. ഷാനവാസിനെ സംബന്ധിച്ചിടത്തോളം ഷാനവാസ് എങ്ങനെയാണോ ഈ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ സാധനം, അത് ഷാനവാസ് പറഞ്ഞല്ലോ, തുറന്നു പറഞ്ഞു, ഇവനെ ഞാൻ പെടുത്തും, ഇവനെ ഇന്റെ വഴിക്ക് ഞാൻ കൊണ്ടുവരും. ഷാനവാസ് ആ ഗെയിം തുറന്നു പറഞ്ഞതാ. പക്ഷെ അത് അൺഫോർച്യുനേറ്റ്ലി മനസ്സിലായിട്ടില്ല. അയാൾ അത് ആ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇവൻ എന്റെ ഫ്രണ്ട്ഷിപ്പ് സ്വീകരിക്കാതെ പോവാണെങ്കിൽ ഞാൻ ആ ഫ്രണ്ട്ഷിപ്പിന്റെ രീതിക്ക് കൊണ്ടുവരുന്ന പറഞ്ഞു. അല്ലാതെ ഞാൻ ഇവന്റെ ഗെയിം കൊണ്ടുവരുന്നൊന്നും പറഞ്ഞതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ അയാളെ നീച്ചെന്നല്ലേ പറഞ്ഞത്? നീച്ചിരുന്ന് പറഞ്ഞാൽ ഇരുന്ന് പറഞ്ഞാൽ എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് തോന്നിയതാണ്, എനിക്ക് ഇത്രേ തോന്നിയിട്ടുള്ളൂ. അനീഷിന്റെ ഗെയിമിനെ ഈ ഫ്രണ്ട്ഷിപ്പ് സാധനമായി ബാധിക്കും. ആ ബാധിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അനീഷിന് ആ ഒരു പഴയ ഒരു ഇമ്പാക്ട് വരാനുള്ള ചാൻസ് ഷാനവാസിന്റെ അടുത്ത് അറ്റ്ലീസ്റ്റ് വളരെ കുറവായിരിക്കും. പിന്നെ ഷാനവാസിന് ഇപ്പോൾ ആദില അനീഷ് വിഷയം ഉണ്ടായ സമയത്ത് അവിടെ ഒരു ഗ്യാപ്പ് കിട്ടി. എന്തിന് പോയി സംസാരിച്ചത് ക്ലിയർ ചെയ്യാൻ ഷാനവാസിന് അനീഷിന്റെ അടുത്ത് പോയി കൂൾ ഡൗൺ ചെയ്യാനുള്ള ഒരു പരിപാടി കിട്ടി. അതുകൊണ്ട് ചിലപ്പോൾ അനീഷ് കൂൾ ഡൗൺ പോകാൻ ചാൻസസ് ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ അനീഷിന്റെ മുകളിൽ ഇയാൾക്കൊരു ഡോമിനൻസി വരുന്നത് അനീഷിന് ആ ഒറ്റയാൻ ഗെയിമിന് തന്നെയാണത് പണി കിട്ടാൻ പോണേന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഓക്കെ, എനിക്ക് ശരിക്കും അനീഷിനെ കാണണ്ട എങ്ങനെ അറിയാം, എനിക്ക് ആ ഒറ്റയ്ക്ക് പോക്കില്ല, ഒറ്റയ്ക്ക് എനിക്ക് ആ പോക്കാണ് അയാളുടെ ഇഷ്ടം. അത് ഭയങ്കര രസമാണ്, ഇറിറ്റേറ്റിംഗ് ആണെങ്കിൽ രസമാണ്. ഷാനവാസ് ഇടപെട്ടുകൊണ്ട് ആ ആദില അനീഷ് തമ്മിലുള്ള ആ പ്രശ്നം അവിടെ സോൾവ് ആയി പോയി. കാരണം അത് ജനങ്ങൾക്ക് ആർക്കും താല്പര്യമില്ലാത്ത രണ്ട് ഫൈറ്റ് ചെയ്യുന്നത്, ഒരു കാര്യമില്ലാതെ ഭയങ്കരമായിട്ട് ബോറടിപ്പിക്കുന്ന ഒരു ഫൈറ്റ്. നമ്മൾ തന്നെ ഷാനവാസ് ഇടപെട്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാരും കൂടി ഇവരെ ജയിലിൽ പിടിച്ചിട്ടാ. അതായത് തോട്ടിട്ട് കൊടുത്തതും അതിനെപ്പറ്റി സംസാരിച്ചതും കാര്യമായിട്ട് എല്ലാവർക്കും ബോറടിച്ചു. അതുകൊണ്ട് ഇവരെ തന്നെ ജയിലിടണം ഇയാള് പറഞ്ഞോണ്ടേയിരിക്കും. ഇയാള് പറഞ്ഞു വെച്ച് ബാക്കിയുള്ളവർ വോട്ട് ചെയ്യൂ. എനിക്ക് തോന്നുന്നില്ല ഇത് എല്ലാരും വോട്ട് ചെയ്യാൻ കാരണം ആ ടാസ്ക് അന്ന് അവർ പറഞ്ഞത് ആ ടാസ്ക് ബേസിന്റെ തന്നെ പറഞ്ഞത്. അതായത് ആദില കാണിച്ച ഒരു വൃത്തികേടും അനീഷ് കുട്ടി തട്ടിയിട്ടുള്ള കാര്യം പറഞ്ഞത്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, ഇവര് ഈ പറഞ്ഞ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ ഫോർ മീ അറ്റ്ലീസ്റ്റ് അനീഷിന്റെ ഭാഗത്തുനിന്ന് ജെനുവിൻ ആയിട്ടാണെങ്കിലും ഷാനവാസിന്റെ ഭാഗത്തുനിന്ന് ഒരു 100% ജെനുവിനായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് എൻ്റെ കോളാണ്, എനിക്കത് തോന്നുന്നു. അത് എനിക്ക് അങ്ങനെയാണത് പുള്ളിക്ക് എടുക്കാൻ പറ്റുന്നത്. ബാക്കിയൊക്കെ ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ ജിത്തുവായിക്ക് ഒരു അഭിപ്രായം, എനിക്കൊരു അഭിപ്രായം, പ്രേക്ഷകർക്ക് വേറെ അഭിപ്രായമായിരിക്കും. എനിക്ക് ആ സാധനം അറ്റ്ലീസ്റ്റ് ഇവന്റെ ഭാഗത്തുനിന്ന് ഷാനവാസിന്റെ ഭാഗത്തുനിന്ന് 100% ജെനുവിൻ ആയിട്ട് തോന്നുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അവരാ കോംബോ അടിപൊളിയായിട്ട് പോകണം. ഇപ്പോൾ പോണ പോലെ തന്നെ പോകണം. കാരണം അവിടെ ഇത്രയും സ്ട്രഗിൾ ചെയ്യുമ്പോൾ ഒരാളെ സപ്പോർട്ട് ഉണ്ടാവുന്നത് അടിപൊളിയായിരിക്കും. രണ്ടാളും തമ്മിൽ ഗെയിം കളിക്കേണ്ട സമയം വരുമ്പോൾ ഗെയിമും കളിക്കണം. അതാണ് അതിന്റെ ഒരു ഭംഗി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ നിങ്ങള് ബാക്കിയുള്ളവരെ കോംബോ ആക്സെപ്റ്റ് ചെയ്യൂ? ആ കോംബോന് എനിക്കൊരു എതിർപ്പില്ലല്ലോ. കോംബോയിൽ എന്തിനാ എതിർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇന്നലെ സംസാരിച്ചപ്പോഴും പറഞ്ഞു ആരിന്റെ കാര്യം വരുമ്പോ അതിനാരാ എതിർത്തത്? അല്ല ആ സാധനങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഒരാളെ പറ്റായി എന്താ അത് ഇങ്ങക്ക് പാടില്ല. പക്ഷെ എന്താ വിഷയം എന്നറിയോ, ഇതേ സാധനം ബാക്കി ഫാൻസ് ഇല്ലേ, ഇത് നേരത്തെ പറഞ്ഞാല് അന്തം അനീഷ് അത് അങ്ങനെ സംസാരിക്കുന്നവരുണ്ടായിരിക്കും. പക്ഷെ നമുക്ക് നമ്മൾ ആര്യന്റെ ജിസേൽ ഇന്നലെ പറഞ്ഞ കറക്റ്റ് ആണ്. ജിസേലിന്റെ പേരും പറഞ്ഞിട്ട് ആര്യന്റെ ഗെയിം പോകുന്നുണ്ട്. അത് കറക്റ്റ് ആണ്. ആര്യന്റെ ജിസേലിന്റെ കേസിൽ അതല്ല, ഇതെന്തറിയോ, ഇപ്പോ ഞാൻ നോക്കുമ്പോ അനീഷ് ഫാൻസ് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ കോംബോ ഡെക്കറേറ്റഡ് ആയിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. പക്ഷെ അത് കൊണ്ടു നടക്കുന്ന അനീഷ് ഫാൻസ് തന്നെ എന്ത് ചെയ്യും, അപ്പുറത്ത് പോണൊരു കോംബോനെ പോയി മക്ക് വയ്ക്കും.
ഇത് അങ്ങനെയാണ് മറ്റാൾ അത് അവർക്ക് ഈ കോംബോ മാത്രം പോയാൽ മതി ഇതിലാക്കാൻ വേണ്ടിട്ടാവും. പക്ഷെ എപ്പിസോഡിൽ ഈ സാധനം പോയി കഴിഞ്ഞാൽ ഇവർക്ക് തന്നെ നെഗടിക്കൂ. കാരണം നേരത്തെ പറഞ്ഞല്ലോ ഇപ്പൊ ഈ ജിത്വാന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒനീലിന്റെയും അഭിലാഷിന്റെയും ഫ്രണ്ട്ഷിപ്പ് കോംബോ എനിക്ക് തോന്നുന്നു ഇതിലേറെ ജെന്യൂൻ ആയിരുന്നത്. പക്ഷെ അടാ എന്താന്നറിയോ, പക്ഷെ നിങ്ങളെന്താ അപ്പൊ പറഞ്ഞ ക്രിഞ്ചെന്ന്? അതന്നെ അതിന്റെ കാരണം എന്താണ്? ഔട്ട് പുറത്ത്. ഇവർ രണ്ടാളും നല്ല ഗെയിമേഴ്സ് ആണ്. ഇവർ ഫ്രണ്ട്ഷിപ്പ് കളിച്ചാലും അവരെ ഗെയിമും പുറത്ത്. അവരെ ഗെയിമോ അതെന്തുകൊണ്ട് അഭിലാഷ് പിന്നെ പുറത്തു അല്ലേ പറഞ്ഞ അവരെ നിങ്ങൾക്ക് എങ്ങനെ തോന്നിയത്? അതെന്താ ഗെയിം പിന്നെ എന്തുകൊണ്ട് ആള് പുറത്തു സിമ്പിൾ. അവര് വെറും ഫ്രണ്ട്ഷിപ്പ് അങ്ങനല്ല ഈ ഒരു പറഞ്ഞ നല്ല ഫ്രണ്ട്ഷിപ്പ്. അതായത് ഇതിൽ ട്രൂ ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾക്ക് ആരാ തോന്നിയത് ഡേ 1 മുതൽ? ആരൊക്കെ ഞാൻ പറയാ പറയണം. അല്ല ഞാൻ ചോദിക്കുന്ന ചോദിച്ച ഒരു ചോദ്യം, ട്രൂ ഫ്രണ്ട്ഷിപ്പ് ഇതിപ്പോ ഉണ്ടായ ഫ്രണ്ട്ഷിപ്പാ മറ്റേതോ? അല്ലാതെ അവിടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിട്ടില്ലല്ലോ. ഉണ്ടാവുമ്പോ അത് അവരെ ഗെയിമിനെ ബാധിക്കാൻ പാടില്ല. ഇത് ഇവരെണ്ടാളും ഗെയിമിനെ ബാധിക്കണില്ലല്ലോ. ഇവരെണ്ടാളും ഗെയിം എവിടെ പിന്നെ ഇയാളെങ്ങനെ അതൊക്കെ എനിക്ക് തോന്നി. അതൊക്കെ അപ്പൊ എനിക്കിത് ഇങ്ങനെ തോന്നിക്കൂടെ? അല്ല ഞാൻ നിങ്ങളോട് ചോദിച്ചൊരു ചോദ്യം, നിങ്ങൾക്ക് ഈ ഫ്രണ്ട്ഷിപ്പ് ഓക്കെ നിങ്ങൾ നേരത്തെ പറഞ്ഞ കോംബോ വിഷയമല്ലാതെ തോന്നുന്നു, അതേ നിങ്ങൾ തന്നെ നേരത്തെ മറ്റേത് പറഞ്ഞു. അവരത് ആ ഗെയിമിനെ ബാധിക്കുന്നോണ്ടാണ് നമുക്കിത് ഇഷ്ടമല്ലാതെ ആവണത്. അപ്പൊ ആരെയും നമുക്ക് അവരെ ഗെയിമിനെ അഭിലാഷ് മുനിയിൽ ഈ രണ്ടുപേരെ ഗെയിമും നമ്മൾ കണ്ടിട്ടില്ല. അവർ ഓക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടാവില്ല മേ ബി. അക്ബർ ഇപ്പൊ ഈ പറഞ്ഞ ഒരു ആസ്പെക്റ്റും അല്ലെങ്കിൽ ബാക്കിയുള്ളൊരു അത് ഞെട്ടിയ ഒരു ആസ്പെക്ട് ഉണ്ടല്ലോ ഇവര് രണ്ടുപേരും മൈൻഡ് ഗെയിമർ എന്നുള്ള സാധനം ആണെന്നുണ്ടെങ്കിൽ അഭിലാഷ് എന്താ പറയാ അക്ബറും ഒനിയിലും മാത്രമല്ലേ ഞെട്ടിയിട്ടുള്ളൂ. അല്ല എല്ലാരും ഞെട്ടിയാണ് വീട്ടില്. സംസാരിച്ചില്ലല്ലോ ഇവര്. അഭിലാഷിന്റെ കേസിലാണ് അവിടെ എല്ലാരും ഞെട്ടിയത്. സംസാരിച്ചിട്ടുള്ളൂ, വേറെ ആരും അഭിലാഷ് പോകാൻ പാടില്ലായിരുന്നു അവിടെ ആരും പറഞ്ഞില്ല. മേ ബി നാളെ പറയുമായിരിക്കും. പക്ഷെ അവരെ മുഖത്തുണ്ടായിരുന്നു കേട്ടോ അവസാനം. ജിഷിൻ പോയതിനേക്കാൾ കൂടുതൽ ഞെട്ടലുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് ഈ കോംബോയില് എനിക്കിതിൽ ട്രൂ സൈഡ് ഷാനവാസിന്റെ സൈഡിൽ നിന്ന് 100% തോന്നുന്നില്ല. അനീഷിന്റെ ഗെയിം പൊളി എന്നാണ് എന്റെ കോള്. വരും ദിവസങ്ങൾ നോക്കാം നമുക്ക്. എനിക്ക് അങ്ങനെ തോന്നുന്നു ഇന്ന പേഴ്സണൽ. കാരണം എനിക്ക് എന്താ പറയുക, ഇയാള് ടോപ്പ് 5 തന്നെ മനുഷ്യനാ ഈ അനീഷ്. ഞാൻ എന്താ പറയാ, അനീഷാണെങ്കിലും ഷാനവാസ് നമ്മുടെ നാട്ടുകാരാണ്. ഞാൻ അയാളെ അങ്ങനെ നോക്കുമ്പോൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. ഞാൻ പറയട്ടെ ഇവരൊക്കെ 5 വരുന്ന ആൾക്കാരാണ്. ഈ അനീഷാണെങ്കിലും ഷാനവാസ് ആണെങ്കിലും അക്ബർ ആണെങ്കിലും അനു ആണെങ്കിലും ഒക്കെ ടോപ്പ് 5 വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ആളായിട്ട് ഞങ്ങളാണ്. അക്ബറിന് ഇവരത്ര വോട്ട് ബാങ്ക് ഇല്ല. അക്ബർ എത്താൻ ചാൻസ് ഉണ്ട്. എന്റെ മനസ്സിൽ ജിസേല് അക്ബർ ആരും കേറിക്കോട്ടെ എന്നല്ല, വോട്ട് ബാങ്ക് ആണല്ലോ കളി. അതാണല്ലോ പറയുന്നത്. വോട്ട് ബാങ്ക് ആണ് കളി എന്ന് പറയുന്നത്. വോട്ട് ബാങ്ക് കളിയാണെന്നുണ്ടെങ്കിൽ അനുമോള് കൂടുതൽ വോട്ട്, അനീഷ്, ഷാനവാസ്, പിന്നെ ആരാ, നൂറ, ആദില, പിന്നെ ആദില. പക്ഷെ കംപ്ലീറ്റ് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ വയ്യ. അതിൽ ചിലപ്പോ വെട്ടിയെടുത്തും പോകട്ടോ. അതിലെ ഒരാൾക്ക് ടോപ്പ് 5 ഒരാൾക്ക് വെട്ടി. അല്ലെങ്കിൽ ബിഗ് ബോസ് രണ്ടുപേരും കൂടി ഒറ്റ കണ്ടസ്റ്റന്റ് ആക്കിയ ഇനി അങ്ങനെ ചിലപ്പോ കുറച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടാളും ഒന്നാണെന്ന് ചിലപ്പോ പറയാൻ. അതാ നല്ലത് ശരിക്കും. കാരണം എന്താ പറയാ, അപ്പൊ വോട്ട് സ്പ്ലിറ്റ് ആവില്ലല്ലോ. ഒറ്റ വോട്ടിൽ നിൽക്കും. ബിഗ് ബോസിന് നല്ലതാണ്. അല്ലെങ്കിൽ എന്താ പ്രശ്നം പറയാ, ഒരാള് പെട്ടി കൊണ്ട് പോകും, ഒരാള് ടോപ്പ് 5 ആ സീനുണ്ട്. പിന്നെ നല്ല അടിപൊളി പരിപാടി അവർക്ക്. ഇത് അവർക്കല്ലേ, അവർക്ക് ഭയങ്കര പ്ലസ് ആണ് സാധനം. പൈസ ഇട്ടല്ലേ അത്. അത് മാത്രല്ല, അത് രണ്ട് കണ്ടസ്റ്റന്റ് ആയിരുന്ന ഇതിലിപ്പോ സ്ട്രോങ് വോട്ട് ബാങ്കുള്ള ഒരാൾ എന്ത് ചെയ്യും, ടോപ്പ് 5 ചിലപ്പോ പുറത്ത് ചാടാനും ചാൻസ് ഉണ്ട്. അതും പറയാൻ പറ്റില്ല. ചിലപ്പോ വോട്ട് പറഞ്ഞിട്ട് ചിലപ്പോ ഒരാളോട് പോവാനും ചാൻസ് ഉണ്ട്. പിന്നെ മാത്രല്ല ടിക്കറ്റ് ഫിനാലെ ഇപ്രാവശ്യം അത് ഫീൽ ചെയ്യുന്നുണ്ട്. പുറത്ത് ഗെയിമാണ് റിസൾട്ടാ ഉള്ളിൽ വരുന്നത്. അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ വരട്ടെ ഒരാളും കൂടി ഉണ്ട് ഇതിനകത്ത്. ഈ തുടരും സാബുമാൻ എന്ന് പറഞ്ഞിട്ട് 2 ആഴ്ച നിന്നിട്ട് ടിക്കറ്റ് ഫിനാലി അറിയാം. നമ്മള് ക്രിക്കറ്റും ഫുട്ബോളൊക്കെ മാച്ചിലൊക്കെ ചിലപ്പോ കണ്ടില്ലേ, ഏതെങ്കിലും ചെറിയ ടീം വന്നിട്ട് വെറുതെ എവിടെയെങ്കിലും ഒന്ന് ജയിച്ചോണ്ട് ലാസ്റ്റ് ജയിക്കേണ്ട ടീമിന് ആകെ താഴ്ത്തിക്കിടും. നമ്മള് ടിക്കറ്റ് ഫിനാലില് ആര്യൻ അക്ബർ എന്നൊക്കെ പറഞ്ഞിരിക്കണം. സാബുമായിട്ട് അവർ 2 ആഴ്ച ടിക്കറ്റ് ഫിനാലി കൊണ്ട് ഞാൻ പോവാണേ, ഞാൻ ടോപ്പ് 5 തന്നെ പോവും. അങ്ങനെയൊക്കെ സംഭവിക്കണ്ടോ ചിലപ്പോ അല്ലേ? ചെക്ക അത്യാവശ്യം ഫിസിക്കുണ്ട് കളിക്കാൻ. ഇതിപ്പോ എന്താന്ന് വെച്ചാലേ ഇപ്പൊ ഇങ്ങനെ ഇയാൾക്ക് ഇത് കേറുമ്പോ എല്ലാവർക്കും ഒരു തോന്നലുണ്ടോ ഇയാളെന്തോ കാണിക്കണ്ട, അതുകൊണ്ടാണ് ഇയാൾ അവിടെ നിൽക്കണെന്നുള്ള തോന്നൽ വീട്ടുകാർക്ക് വന്നാ അവര് ഇയാളെ നോമിനേഷനിൽ ഇടാന്നാലും കഴിഞ്ഞു. അതായത് ഇവര് ചോദിക്കുന്ന പുറത്ത് ഇവർക്ക് ഇങ്ങനത്തെ എല്ലാ ആൾക്കാരെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ട് വിചാരിച്ചിട്ടുണ്ടാവും. നോമിനേഷനിൽ ഇടണ്ട പോട്ടെ, മോനെ പിടിച്ച് ക്യാപ്റ്റൻ ആക്കിയാലോ. അപ്പോഴും ഒരാഴ്ച സേവ് ആയില്ലേ? അല്ല അടുത്ത ആഴ്ച ഇപ്പൊ വീട്ടുകാർ പിന്നെ നോമിനേറ്റ് ചെയ്തില്ലെങ്കിൽ അടുത്ത ആഴ്ച അവിടെ ക്യാപ്റ്റൻസി ടാസ്കിൽ സെലക്ട് ചെയ്തിട്ട് ഇവൻ നന്നായി പൊന്തി വരുന്നുണ്ട്, ഇവൻ ക്യാപ്റ്റൻ ആയിക്കോട്ടെ, ക്യാപ്റ്റൻ ആക്കി ആഴ്ച സേഫ് ആയി. അടുത്ത ആഴ്ച മറ്റേ ടിക്കറ്റ് ഫിനാലി വന്നു കഴിഞ്ഞാൽ
അതാണ് ഈ പൊതുവെ ഞാൻ എപ്പോഴും ബിഗ് ബോസിൽ ശ്രദ്ധിക്കുന്ന കാര്യമാണ്. ഒന്ന് രണ്ടാൾ എന്താ പറഞ്ഞു വെച്ചാൽ അതന്നെ എല്ലാവർക്കും അതെല്ലാ സീസണും ബാറ്റൺ കൈമാറണമാര് കൈമാറി പോകുന്ന അതെന്താ കാര്യം അറിയോ? അല്ല, നമ്മൾ സേഫ് ആവാൻ നോക്കുക. അതായത് നമുക്കിപ്പോ ഒരാളെ പേര് പറയാൻ മടിയുണ്ടാവും, മനസ്സിലായോ? ഒരു 4 ആൾ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതേ പേരിനെ പറഞ്ഞിട്ട് വേറെ ആൾ പേരും പറയാതെ സേഫ് ആയിട്ട് പറഞ്ഞിട്ട് പോകും. അത് അതിന്റെ ഉള്ളിൽ പോകുമ്പോൾ മൈൻഡ് എങ്ങനെയാവും, പറഞ്ഞിട്ട് കാര്യമില്ല. അത് ജയിലാണെങ്കിലും ക്യാപ്റ്റൻ ആണെങ്കിലും എല്ലാത്തിനും അങ്ങനെ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് അതേ അഭിപ്രായമാണ് എല്ലാവർക്കും പറയാം. ഞാൻ സത്യത്തില് സാബുമാന്റെ കാര്യത്തിൽ കൺഫ്യൂസ്ഡ് ആയി. ഇപ്പൊ ചിന്തിക്കുമ്പോഴാണ് 2 ആഴ്ചകളും കഴിഞ്ഞ ചെങ്ങായി ടിക്കറ്റ് ഫിനാലെ അടിച്ച് പോയ സാബുമാൻ തുടരുന്നുള്ള അവസ്ഥ ഫിനാലെ വരെ അയാള് ചിരിച്ച് ടോപ്പ് 5 വരെ ബാക്കി എല്ലാരും കരയിപ്പിക്കാനുള്ള. അല്ലെന്ന് ആലോചിക്കി, ആദിലാനോറ 2 കണ്ടസ്റ്റന്റ് ആയി, അതൊരു കണ്ടസ്റ്റന്റ് ആയില്ല. സാബുമാൻ ഫിനാലും കയറി. പിന്നെ 2 സ്ഥലമുള്ളൂ വോട്ടുള്ള ഷാനവാസ്, അനീഷ്, അന്നു, പക്ഷെ അത്ര വോട്ട് ബാങ്ക് ഉണ്ട് തോന്നില്ല. പിന്നെ മോനെ ചീറുണ്ടോ അത്. അങ്ങനെ ഗെയിം ആയിട്ടല്ലോ ഒരു കേറി വരാണ്ട്. അക്ബർ അക്ബർ ഞാൻ ഹോണസ്റ്റ്ലി പറയാലോ, കഴിഞ്ഞ ഒരു 1-1.5 ആഴ്ചയായിട്ട് അക്ബർ കൂടുതൽ സ്ക്രീൻ സ്പേസ് ഇല്ല. ഉണ്ടോ? ഇല്ല. ലക്ഷ്മി ഇല്ല. നെവിൻ പിന്നെ ചെയ്തോ ചെയ്തില്ല, നെവിൻ ഇല്ല. ഒന്നുമില്ല. സ്ക്രീൻ സ്പേസ് കിട്ടിയാൽ പോലും ആൾക്കാർ ഇപ്പൊ അയാളെ കാണാൻ ആഗ്രഹിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നത്. നെവിൻ അത്ര ചാമ് പോയി, ചാമ് നഷ്ടം. ഈ 2 ആഴ്ചയും സ്ക്രീൻ സ്പേസ് കിട്ടിയത് ആദില, അനീഷ്, ഷാനവാസ്, പിന്നെ ഇവര് ആര്യൻ, പിന്നെ ഇവിടെയൊക്കെ മറ്റേ പുട്ടിൽ തേങ്ങട്ട പോലെ അനുമോള് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പോയി. ബിന്നി, ആരും ശ്രദ്ധിക്കാത്ത ഒരു ആസ്പെക്ട് ബിന്നിക്ക് കിട്ടിയിട്ടുണ്ട്. ബിന്നിക്ക് അത്യാവശ്യം സ്ക്രീൻ സ്പേസ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ആൾക്കാർക്കാണ് സ്ക്രീൻ സ്പേസ് കിട്ടിയത്. ഈ പറഞ്ഞ ആൾക്കാർ ഈ പറഞ്ഞ ആൾക്കാർ തന്നെയാണ് ആ വീട് കൊണ്ടുപോകുന്നത്. അവർക്ക് ബാക്കി ശരിക്കും പുറത്തു കൊണ്ട ആൾക്കാർ അതിന് വേറെ അങ്ങനെ എടുത്ത് കാണാനുണ്ട്. ഇപ്പൊ ലക്ഷ്മിയൊക്കെ ആണെങ്കിലും ഇങ്ങനെ എടുത്ത് കാണുന്നുണ്ടല്ലോ. അവരൊന്നും ഇതിലൊന്നും ഇല്ല. അതെങ്ങനെ ആ വീട്ടിലിങ്ങനെ എവിടേക്കോ ഒരു സൈഡ് കൂടെ ഇങ്ങനെ പറയാനും പറ്റില്ല. പുറത്ത് വരാത്തായിരിക്കും. അവര് പുറത്തു വരുമ്പോ വേറെ കഥയും പറയാനുള്ളത്. പുറത്തിറങ്ങിയ ആൾക്കാർ പലതും അതല്ലാതെ പറയുന്നത് ഞങ്ങൾ ഇതിനേക്കാളും ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടില്ല എന്നാണ്. അത് പറയും. കാരണം ലക്ഷ്മിക്ക് അത് പറയാനുണ്ടാവും. മസ്താനി എന്നല്ല പറഞ്ഞിട്ടില്ലേ, ആ മറ്റേ ഇവനായിട്ടാണ് ഏറ്റവും കൂടുതൽ ബോണ്ട് ഉണ്ടായിരുന്നത്, നെവിനായിട്ട്. അങ്ങനെയാവണ്ടോ, ചാൻസ് ഉണ്ട്. എന്താണെങ്കിലും ഇനി നാളെ ഫാമിലി റൗണ്ട് കേറുമ്പോ കളി മാറുമോ തിരിയോ നോക്കണം. ഇന്ന് കയറി അനീഷിന്റെ ഫാമിലി ഇല്ലല്ല, അങ്ങനെ പരാതി ഒന്നും പറയില്ല. എനിക്ക് തോന്നുന്നില്ല. അത് ചോദിക്കുകയാണെങ്കിൽ ആരാ ചോദിക്കാറിയോ? അനുമോളോ അല്ലെങ്കിൽ ആദിലോ ആയിരിക്കും ചോദിക്കിയത്. ഇങ്ങനെ തന്നെയാണോ ചോദിക്കണ്ടാവും. ചിലപ്പോ അത് ഇയാൾക്ക് പൊള്ളും ചെയ്യട്ടോ. എന്റെ വീട് അതാണ്. ചിലപ്പോ അയാൾ ഞാൻ അതിന് കച്ചറുണ്ടാക്കോ, നീ ആരാൻ ഇവ എന്റെ അച്ഛനെ അങ്ങനെ ചോദ്യം ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അയാളൊരു കയറിയിട്ടുണ്ട്, ആദില ഇതൊരു ശരിയായിട്ടുള്ള കാര്യമല്ല, എന്റെ വീട്ടിലെ കാര്യം ചോദിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല കൊണ്ടിരിക്കുന്നുണ്ടാവും മിക്കവാറും. നമ്മള് പ്രൊമോ കണ്ടിട്ടില്ല, പ്രൊമോ കാണണം. പ്രൊമോ ഞങ്ങൾ കണ്ടിട്ടില്ല. പ്രൊമോ ഒന്നും നമുക്കറിയില്ല. അല്ല, നാളെ നല്ല ഫുഡ് കിട്ടുന്നുണ്ടോ ഇനി ഇവർക്ക്? നെവിൻ ഒരാഴ്ച കുശാലായി. ഒരാഴ്ച എന്തായാലും ബിഗ് ബോസ് ചരിത്രത്തില് എന്തായാലും ബിഗ് ബോസ് തുടങ്ങിയിട്ട് ഇത്രയും നല്ല ഉഷാറായ ഒരാൾ വേറെ ഉണ്ടായിരുന്നു. എല്ലാരും ക്ഷീണിച്ചു തുടങ്ങിയപ്പോ നെവിൻ സെറ്റായി, ഫുഡൊക്കെ അടിച്ച് സെറ്റായി. എക്സ്ട്രാ ഒന്നും കൂടെ ഒന്ന് സൈസായി, ഗ്ലാമർ പോയി ആള് അല്ലേ, ഒന്ന് ലുക്കായി ആള്. അപ്പൊ ഓക്കെ ഗൈസ്, ഇനി നാളെ അല്ലേ, നാളെ മുതൽ പാസം 50 പാസം ഒരാഴ്ചക്ക് അത് ഒരാഴ്ച പാസം മത്സരിച്ച് അല്ലേ. ഈയൊക്കെ വന്ന് പാസം എത്തറി പോയതല്ലേ? അല്ല, എനിക്ക് പാസം ഉണ്ടായിരുന്നല്ലോ. എനിക്ക് ഉമ്മ വെക്കിയതല്ലോ പരിപാടി. പാസം മാറിയിട്ട് കൂടെ ഒക്കെ കാണാൻ വയ്യാനൊക്കെ ഞാൻ കയറി ഇറങ്ങിയത് കഴിഞ്ഞല്ലോ. വിളിച്ചാ വരാൻ സൗകര്യം ഇല്ലാന്ന് പറഞ്ഞ 8 ആളെ കയറ്റി വിടണം. 2 പട്ടികളെ കയറ്റിട്ടായിരുന്നു ഇന്നപ്പോ. നോമിനേറ്റ് ചെയ്ത് വിറ്റ് ചെയ്യാൻ കൊടുക്കും. കളിക്കരുത്. പിന്നെ ഓക്കെ ബൈ.